പ്രതിപക്ഷത്തിരുന്നപ്പോൾ നഖശിഖാന്തം എതിർത്ത PM ശ്രീ പദ്ധതി നടപ്പാക്കും എന്ന് പ്രഖ്യാപിച്ച UDF. LDF സർക്കാരിന്റെ കാലത്ത് ധാരണാപത്രം ഒപ്പിട്ട പദ്ധതി തുടർ നടപടിയെടുക്കാതെ മരവിപ്പിച്ച നിലയിലായിരുന്നു. പദ്ധതി നടപ്പാക്കുന്നതിനായി കേരളം സ്കൂളുകളുടെ പട്ടിക നൽകിയിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് UDF യോഗം ചേർന്നപ്പോഴാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. പദ്ധതി കാലാവധി കഴിയാൻ ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഫണ്ടിനുള്ള അർഹത കേരളത്തിനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയ UDF കൺവീനർ അടൂർ പ്രകാശ് പദ്ധതി നടപ്പാക്കാനുള്ള സ്കൂളുകളുടെ പട്ടിക സർക്കാർ നൽകും എന്ന് വ്യക്തമാക്കി. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ പദ്ധതി നടപ്പാക്കില്ല എന്ന് തീരുമാനിച്ച് കേന്ദ്രത്തെ അറിയിക്കുമെന്നായിരുന്നു VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞത്. ഫണ്ടിനായി ആത്മാഭിമാനം പണയപ്പെടുത്താൻ പറ്റില്ല, തമിഴ്നാട് മാതൃകയിൽ കോടതിയിൽ പോകണമെന്നായിരുന്നു VK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. PM ശ്രീ ധാരണാപത്രം വലിച്ചുകീറി ചവറ്റുകൊട്ടയിലിടുമെന്ന് KM ഷാജി പ്രഖ്യാപിച്ചിരുന്നു. അധികാരത്തിലെത്തിയപ്പോൾ നേതാക്കളുടെ വാക്കിന് കീറച്ചാക്കിന്റെ വില പോലും ഇല്ലാതായി. പറഞ്ഞതെല്ലാം വിഴുങ്ങി PM ശ്രീയുടെ നടത്തിപ്പുകാരായി UDF സർക്കാർ മാറുമ്പോൾ അല്പവും നാണം അവശേഷിക്കുന്നില്ലേ എന്ന് നാട്ടുകാർ ചോദിക്കും. ചർച്ചയിൽ ശ്രീ VR അനൂപ് കോൺഗ്രസ്, ശ്രീ PM മാർഷോ CPM, ശ്രീ CK ഷാക്കിർ മുസ്ലിം ലീഗ്, ശ്രീ S ഡിന്നി BJP എന്നിവരാണ്. ആദ്യം ശ്രീ VR അനൂപിലേക്ക് പോകുന്നതിന് മുമ്പ് VD സതീശൻ എന്തായിരുന്നു പ്രതിപക്ഷ നേതാവ് ആയിരുന്നപ്പോൾ PM ശ്രീയിൽ എടുത്തിരുന്ന നിലപാട് എന്നൊന്ന് കാണാം. അതിനുശേഷം ചോദ്യം. എല്ലാ വീരവാദം മുഴക്കലുകൾക്കും അവസാനം നിരുപാധികമായി PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവച്ചിരിക്കുകയാണ്. ഈ പണ്ട് CPM BJP ബന്ധത്തിൻ്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് ശ്രീ M ആണ്. ഇപ്പോൾ CPM BJP ബന്ധത്തിൻ്റെ ഇടനിലയായി പ്രവർത്തിക്കുന്നത് PM ശ്രീയാണ്. അതാണ് വ്യത്യാസം. RSSന്റെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ് ഇതിലൂടെ. ഈ പദ്ധതി കൺകറന്റ് ലിസ്റ്റിലുള്ള സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള വിദ്യാഭ്യാസ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ മീതെ കേന്ദ്രത്തിൻ്റെ നയം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് എന്ന് പല പ്രാവശ്യം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ PM ശ്രീയെ കുറിച്ചുള്ള VD സതീശന്റെയും കോൺഗ്രസിന്റെയും UDFന്റെയും നിലപാട്. ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ അത് മാറിയിരിക്കുന്നു. ശ്രീ VR അനൂപ്, ചോദ്യമൊന്നുമില്ല, ന്യായീകരിച്ചോളൂ. അല്ല, അങ്ങ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. വളരെ കൃത്യമായി പ്രതിപക്ഷത്ത് കോൺഗ്രസ് പാർട്ടി എടുത്ത ഒരു നയസമീപനമുണ്ട്. അങ്ങ് തന്നെ ആമുഖമായി ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ കാണിച്ചു. അത് കേവലം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടല്ല, അതൊരു പാർട്ടിയുടെ നിലപാടാണ്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങടക്കം നയിച്ച ചർച്ചകളിലിരുന്ന് അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അതൊരു സംഘപരിവാർ പ്രൊജക്റ്റാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ട് രാഷ്ട്രീയമായി CPMനെ ആ കാര്യത്തിൽ എതിർത്തിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയമായ നിലപാടാണ്. ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ പറയില്ല, അതിനെ തള്ളി പറയില്ല. അതൊരു രാഷ്ട്രീയമായ പൊളിറ്റിക്കലായ ഒരു അഭിപ്രായമായി അവിടെ നിലനിൽക്കുന്നത്. ഭരണത്തിൽ സ്വന്തം രാഷ്ട്രീയ നിലപാട് ബലി കഴിച്ചാലേ തുടരാൻ കഴിയൂ. ഭരിക്കണമെങ്കിൽ രാഷ്ട്രീയം ഭരണത്ത് വെക്കണം. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത് അഭിലാഷേ. ഞങ്ങളെടുത്ത ഒരു രാഷ്ട്രീയമായ നിലപാടാണ്. ആ രാഷ്ട്രീയമായ നിലപാടിനെ ഞങ്ങൾ തള്ളിപ്പറയില്ല, തള്ളിപ്പറയേണ്ട കാര്യവുമില്ല. പക്ഷേ ഇപ്പോഴെടുത്തിരിക്കുന്നത് അത് രാഷ്ട്രീയമായി അത്രയൊരു നിലപാട് പ്രഖ്യാപിച്ചൊരു മുന്നണി, ഒരു ഗവൺമെൻറ് ഇപ്പോൾ പറയുന്നത് ഭരണപരമായ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ആണ് ഇതിന് കാരണമായിട്ട് പറയുന്നത്. ഞങ്ങൾക്കത് നടപ്പിലാക്കേണ്ട സാഹചര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന അത് നടപ്പിലാക്കേണ്ട അനിവാര്യത ഭരണ നേതൃത്വമാണ് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഉന്നയിച്ച നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങേണ്ട സാഹചര്യമില്ല. പക്ഷേ ഈ ഭരണം ഒരു തുടർച്ചയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ സാങ്കേതികത്വം, അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭരണ നേതൃത്വം തീർച്ചയായും വിശദീകരിക്കും. അല്ല, അതിൻ്റെ സാങ്കേതികത്വം എന്താണ്? LDF സർക്കാരാണ് MOU ഒപ്പിട്ടത്. അത് 2025 ഒക്ടോബർ മാസം 23-ാം തീയതിയാണ്. അത് കഴിഞ്ഞപ്പോൾ 2026 ജൂലൈ അവസാനിക്കുകയാണ്. ഇതുവരെ ഒരു നടപടിയും ആ വിഷയത്തിൽ ഉണ്ടായില്ല. 6 മാസം കൂടിയേ ഈ പദ്ധതിയുള്ളൂ. 6 മാസം കൂടി ഇതേപോലെ തുടർന്നാലും ഒന്നും സംഭവിക്കാനില്ല. പദ്ധതിയുടെ കാലാവധി അവസാനിക്കുമ്പോൾ ആ ധാരണാപത്രം സ്വാഭാവികമായും അസാധുവാകും. അത്രയേ സംഭവിക്കൂ. എന്നിരിക്കെ ഈ അവസാന നിമിഷം ഇത്രയും എതിർത്ത പദ്ധതി ഒരു തരത്തിലും കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല എന്ന ഉറപ്പിലും നടപ്പാക്കണമെന്ന നിർബന്ധ ബുദ്ധി എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം.
അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങ് തന്നെ തുടങ്ങുന്നത് ചോദ്യങ്ങളില്ല, ന്യായീകരിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യായീകരണത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. വളരെ കൃത്യമാണ്, ഞങ്ങളതിനെ എതിർത്തിട്ടുണ്ട് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമായിരുന്നു. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഞങ്ങളുടെ പാർട്ടി എടുത്തൊരു പൊസിഷൻ അതാണ്. ഞങ്ങൾ ആ കാര്യത്തെ രാഷ്ട്രീയമായി ഞങ്ങളന്ന് പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് ഞങ്ങൾ ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല, പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ എടുത്തത് ഒരു ഭരണപരമായ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെപ്പാണ്. അത് എടുക്കേണ്ട അനിവാര്യത തീർച്ചയായും ഭരണ നേതൃത്വം വ്യക്തമാകുന്ന തരത്തിൽ നിങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കും. ഞങ്ങളുടെ രാഷ്ട്രീയത്തെ വളരെ കൃത്യമാണ്, ഞാൻ ചുരുക്കി പറയാം. ഞങ്ങളുടെ രാഷ്ട്രീയത്തെ കൈയൊഴിയുന്നില്ല, പറഞ്ഞതിന് ഡിസോൺ ചെയ്യുന്നില്ല. ഇപ്പോൾ പറയുന്ന ഭരണപരമായ തീരുമാനത്തിന് പിന്നിൽ അത് അനിവാര്യമാക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഭരണ നേതൃത്വം തൃപ്തികരമായ വിശദീകരണം നിങ്ങൾക്ക് നൽകും. ഭരണ നേതൃത്വം അതിന് തൃപ്തികരമായ വിശദീകരണം നൽകും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പൊസിഷൻ. അതിനപ്പുറത്തേക്ക് പോയി ന്യായീകരിക്കാൻ അവർ ഒരുമ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണ് എന്ന് കൂടി അറിയേണ്ടതുണ്ട്. കാരണം മുസ്ലിം ലീഗാണ് ഏറ്റവും വോക്കലായി ഈ പദ്ധതിയെ എതിർത്തത്. CK ഷാക്കിറിലേക്ക് പോകുന്നതിന് മുമ്പ് UDF അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും എന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞിരുന്നത് എന്നൊന്ന് കേൾക്കാം. ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSSന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. എന്തായാലും PM ശ്രീ പദ്ധതി വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ എറിയാൻ പറ്റാത്തത് കൊണ്ട് നിലപാട് ഇപ്പൊ തൽക്കാലം വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ ഇട്ടിട്ടുണ്ട്. അതല്ലേ പറ്റൂ. ശ്രീ CK ഷാക്കിർ, ഇനി താങ്കളുടെ ഊഴമാണ്, താങ്കളുടെ ന്യായീകരണം കേൾക്കട്ടെ. അല്ല അഭിലാഷ്, ആദ്യം തന്നെ നിങ്ങൾ മുൻധാരണയുടെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പറയുന്നത്. ഞാനിപ്പോൾ നിങ്ങൾ വെച്ചിട്ടുള്ള ഷാജിയുടെ പ്രസംഗം തന്നെ അടിവരയിട്ട് പറയുന്നു. ഷാജി പറഞ്ഞ വാചകത്തിൽ നിന്ന് പിറകോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇന്നുണ്ടായിട്ടില്ല. ജവഹർലാൽ നെഹ്റുവിനെ മാറ്റിയിട്ടുള്ള, മഹാത്മാഗാന്ധിജി ഇല്ലാത്ത പാഠപുസ്തകങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കില്ല. ഒരു സംശയം വേണ്ട. PM ശ്രീ നടപ്പാക്കുമല്ലോ. PM ശ്രീ ഞങ്ങൾ വലിച്ചു കീറി ചവറ്റുകൊട്ടയിലിടും എന്നുള്ളതാണല്ലോ അതിലെ മൗലികമായ കാര്യം. PM ശ്രീ വലിച്ചു കീറി ചവറ്റുകൊട്ടയിൽ ഇടുന്നുണ്ടോ ഇല്ലയോ? നെഹ്റു അവിടെ നിൽക്കട്ടെ. അല്ല അഭിലാഷ, നിങ്ങൾ ഒരു വാചകത്തിലല്ല, അതിന്റെ ആശയത്തിൽ പിടിക്ക്. ഒരു വാചകത്തിലല്ല, ഷാജി കൃത്യമായി പറയുന്നുണ്ട്. ഷാജി നിങ്ങൾ PM ശ്രീ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. UDF മുന്നണി യോഗം ചേർന്ന് പ്രഖ്യാപിച്ചു. അല്ലല്ല, നിങ്ങൾ ബഹുമാന്യനായ അഭിലാഷേ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ PM ശ്രീ പദ്ധതിയിൽ 2025 ഒക്ടോബർ 16 ഇവർ തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ട ശേഷം കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിങ്ങളെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരോട് അന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ കാവ്യവൽക്കരണത്തിനാണ് എതിര് നിൽക്കുന്നത്. ഇത് നിങ്ങൾ നെഗോഷിയേഷൻ നടത്തി ഇതിൽ കരിക്കുലത്തിലും സ്കൂളിൻ്റെ തെരഞ്ഞെടുപ്പിലും കേരള സർക്കാരിന് അവകാശമുണ്ടെങ്കിൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പ്രതിപക്ഷ സമയത്ത് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതും ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, PK കുഞ്ഞാലിക്കുട്ടിയുടെ ആ വാചകങ്ങൾ ഞാൻ ജൂൺ 18-ന്റെയോ 19-ന്റെയോ സൂപ്പർ പ്രൈം ടൈമിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ UDF ഇന്ന് പറഞ്ഞ നിലപാട് ഫണ്ട് അർഹിച്ച ഫണ്ടാണ്, ആ ഫണ്ട് നമുക്ക് കിട്ടണം, അതുകൊണ്ട് PM ശ്രീ നടപ്പാക്കണം എന്നുള്ളതാണല്ലോ കൺവീനർ വിശദീകരിച്ചത്. അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരം അന്ന് PK കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ഫണ്ടിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഫണ്ട് കിട്ടണം, ഫണ്ട് അവകാശമാണ്, പക്ഷെ ആ ഫണ്ടിന് വേണ്ടി നമ്മൾ ആത്മാഭിമാനം പണയം വെക്കരുത് എന്നാണ് അന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. താങ്കൾ പറഞ്ഞ ഡേറ്റിലാണ്, അതിന്റെ മുഴുവൻ രൂപ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞാൽ ആ ഫണ്ടിന് വേണ്ടി എന്ത് ചെയ്യണം? പോയി ഒപ്പിട്ട് കൊടുക്കാണോ വേണ്ടത്? ഈ പദ്ധതി നടപ്പാക്കാണോ വേണ്ടത്? അല്ല, നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കണം. ആ ഫണ്ടിന് വേണ്ടി തമിഴ്നാട് സ്വീകരിച്ച രീതിയിൽ നിയമ പോരാട്ടം നടത്തണം, അതാണ് വേണ്ടത് എന്നാണ് കുഞ്ഞാലിക്കുട്ടി അന്ന് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ നടത്തുന്നുണ്ടോ? അഭിലാഷ്, എന്നെ പറയാൻ സമ്മതിക്കും പ്ലീസ്. അതായത് KM ഷാജിയുടെ ഒരു പ്രസംഗമാണ് നിങ്ങൾ പലപ്പോഴും ഇതിന് എടുത്തു കാണിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 2026 ഒക്ടോബർ 16 ഇത് ഒപ്പിടുന്നതിന് മുമ്പ് വരെ ഇപ്പൊ ഇരിക്കുന്ന എൻ്റെ സ്നേഹിതൻ ആർഷോ ഉൾപ്പെടെ SFI, AISF, KSU, MSF ഉൾപ്പെടെ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിളിച്ചു ചേർന്ന യോഗത്തിൽ PM ശ്രീ നടപ്പിലാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അത് ABVP മാത്രമാണ് അന്ന് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. എന്നിട്ട് ആരും അറിയാതെ അന്നത്തെ ഗവൺമെന്റ് SFI സമ്മേളനത്തിൽ പോയി ശ്രീ പിണറായി വിജയൻ പ്രസംഗിച്ചുൾപ്പെടെ PM ശ്രീക്ക് എതിരായിരുന്നു. എന്നിട്ട് ഒക്ടോബർ 10
നരേന്ദ്രമോദിയെ കണ്ട് ഇതൊക്കെ നമുക്ക് അമിത്ഷായെ അറിയാവുന്ന കണ്ട് കാര്യമാണെന്നേ. ഒരു ദുരൂഹമായ കൂടിക്കാഴ്ച നടത്തി. ഒക്ടോബർ 23-ന് ഇപ്പൊ ഭരിക്കുന്നത് UDF ആണ്. UDF നിലപാട് എന്താണെന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും. ഇനിയിപ്പോ KM ഷാജിയെ മാറ്റി നിർത്തിയാൽ PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകിയിട്ടുണ്ട്. എന്ത് വേണം നമ്മൾ എന്ന കാര്യത്തിന് വളരെ കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ട്. ഫണ്ടാണ് പ്രശ്നമെങ്കിൽ ആ ഫണ്ടിന് വേണ്ടി നമ്മൾ നിയമ പോരാട്ടമാണ് നടത്തേണ്ടത്. അല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി അംഗീകരിക്കലല്ല വേണ്ടതെന്ന് അസന്നിഗ്ധമായി അടിവരയിട്ട് താങ്കളുടെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതാണ്. എപ്പോ പ്രതിപക്ഷത്തിരിക്കുമ്പോ ഭരണത്തിലിരിക്കുമ്പോ ഇതെല്ലാം മാറുന്നു, ഇതെല്ലാം വിഴുങ്ങുന്നു. BJP പറയുന്നത് എന്താ? മുസ്ലിം ലീഗിനെ കൊണ്ട് തന്നെ PM ശ്രീ നടപ്പാക്കിയുമുള്ള സന്തോഷത്തെക്കാൾ വലുതായി ഒന്നുമില്ല എന്നാണ് BJP പറയുന്നത്. അങ്ങനെ BJPക്ക് രോമാഞ്ചമണിയാൻ മുസ്ലിം ലീഗിനെ കൊണ്ട് PM ശ്രീ നടപ്പാക്കിച്ചു എന്ന രോമാഞ്ചമണിയാൻ അവസരം താലത്തിൽ വെച്ച് കൊടുക്കുകയാണ്, കീഴടങ്ങി കൊടുക്കുകയാണ്. ഒരു മുസ്ലിം ലീഗുകാരന് നാളെ കോഴിക്കോട് അങ്ങാടിയുടെ തല ഉയർത്തിപ്പിടിച്ച് നാലാളുടെ മുഖത്ത് നോക്കി നടക്കാൻ കഴിയോ ഷാക്കിറെ? ലജ്ജ കൊണ്ട് തല കുനിഞ്ഞു പോവില്ലേ? ഇത്ര കാലം പറഞ്ഞത് മുഴുവൻ മാറ്റി പറയേണ്ട അവസ്ഥയല്ലേ? നടത്തിയ പ്രസംഗം അല്ല, ഒരിക്കലുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വന്തം ഘടകകക്ഷിയായ CPI പോലും അറിയിക്കാതെ അമിത്ഷായും കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോഴത്തെ കാര്യം അല്ല പറയാൻ സമ്മതിക്ക്. അല്ല അന്നാണ് ഒപ്പിട്ട്. അല്ല UDF എന്താ ചെയ്തത്? UDF വല്ല നിലപാടെടുത്തോ? നടപ്പിലാക്കിയോ? അടുത്ത ബുധനാഴ്ച കേൾക്ക്. അല്ല ഉണ്ട്. നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയതിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരമില്ല. അവർ ചെയ്തതും പറഞ്ഞതും രണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് സംസാരമില്ല. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി സംസാരിച്ചു. പറഞ്ഞതാണോ അത് തന്നെയാണ് ഇപ്പോഴും സ്റ്റാൻഡ്. മാറ്റമില്ല. പ്രശ്നമില്ല. ആഴ്ചകളോളം ഇടതുമുന്നണിക്ക് ആ തീരുമാനം പിൻവലിക്കേണ്ടി വന്നു. കീപ്പ് ഇൻ അബേൻസ് എന്ന് ഒപ്പിട്ട ആൾക്ക് തന്നെ കത്തയക്കേണ്ടി വന്നു. അതിനുശേഷം 2025 ഒക്ടോബറിന് ശേഷം ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇന്നലെ ജെബി മേത്തർക്ക് പാർലമെന്റിൽ രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത മറുപടിയുണ്ട്. ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങൾ മാത്രമാണ് സ്കൂളുകൾ ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ വിട്ടുകൊടുക്കാത്തത്. അത് കേരളവും തമിഴ്നാടുമാണ്. ഈ നിമിഷം വരെയും കേരളം ഈ PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്തിട്ടില്ല. സ്കൂളുകൾ വിട്ടുകൊടുത്തിട്ടില്ല. സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടില്ല. കൊടുക്കും. ആര് കൊടുക്കും? N ഷംസുദ്ദീൻ കൊടുക്കും. BJPക്കാരുടെ ഹർഷാരവങ്ങൾക്കിടയിൽ അവർ രോമാഞ്ചമണിഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗുകാർ PM ശ്രീ നടപ്പാക്കിക്കുന്നത് കണ്ട് അവർ കോരിത്തരിക്കും, കൈയടിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഒരു ലീഗുകാരൻ ആത്മാഭിമാനത്തോടു കൂടി വഴിയിലിറങ്ങി നടക്കാൻ കഴിയുമോ ഇനി എന്നൊന്ന് പറയാൻ സമയക്കും അഭിലാഷേ. പറയൂ. നിങ്ങൾ മാത്രം പറഞ്ഞു പോകല്ലേ. ഞങ്ങൾ അന്തസ്സായി ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് നേരത്തെ കുഞ്ഞാലൂർ സാഹിബ് പറഞ്ഞ് നിങ്ങൾ എടുത്തു പറഞ്ഞല്ലോ. ഇതിൻ്റെ നമ്മൾ ആത്മാഭിമാനം പണയപ്പെടുത്താതെ KM ഷാജി പറഞ്ഞതുപോലെ ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിജിയും ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്താതെ, ചരിത്രം വളച്ചൊടിക്കാതെ, കാവ്യവൽക്കരണം നടപ്പിലാക്കാതെ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കുവാണെങ്കിൽ നടപ്പിലാക്കും. അടുത്ത ബുധനാഴ്ച നിങ്ങളൊരു കാര്യം കൂടി കേട്ടോ. അടുത്ത ബുധനാഴ്ച N ഷംസുവിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഉപസമിതി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും. അതുവരെ ഒന്ന് കാത്തിരിക്കും. നിങ്ങൾ ന്യായീകരിക്കൂ എന്ന് പറഞ്ഞിട്ട് മുൻധാരണയോടുകൂടി സംസാരിക്കല്ലേ. ഇപ്പൊ ന്യായീകരിക്കേണ്ടത് നേരത്തെ ശിവൻകുട്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഞാൻ നിലപാട് മാറ്റിയെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആദ്യം പറഞ്ഞു ഫണ്ടിന് വേണ്ടിയിട്ടാണെന്ന്, പിന്നെ പറഞ്ഞു കേന്ദ്രത്തിന്റെ സമ്മർദ്ദമാണെന്ന്, പിന്നെ പറഞ്ഞു PM ശ്രീ നല്ല പദ്ധതിയാണെന്ന്. ഞങ്ങൾ മാറ്റി പറയുന്നില്ല, ഒരേ സ്റ്റാൻഡിലാണ്. PM ശ്രീ പദ്ധതിയിൽ കാവ്യവൽക്കരിക്കുന്ന രീതിയിൽ കേരളത്തിൽ വിദ്യാഭ്യാസ രംഗം നടപ്പിലാക്കില്ല. എന്നാൽ അത് കേരളീയ വിദ്യാഭ്യാസത്തിന് ഗുണകരമായ രീതിയിൽ ചരിത്രത്തെ വളച്ചൊടിക്കാതെ കാവ്യവൽക്കരണമില്ലാതെ നടപ്പിലാക്കും. നിങ്ങളത് കാത്തിരിക്കും. അതായത് കാവ്യവൽക്കരിക്കാത്ത നിലയിൽ വളരെ നല്ല നിലയ്ക്ക് PM ശ്രീ നടപ്പാക്കും. LDFന്റെ കാലത്തുള്ളത് പോലെ അല്ല എന്ന് പറയുന്നത്. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്നൊരു സിനിമയുണ്ട് ഷാക്കറെ. അതില് ഒരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്, ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലാൻ പറ്റുമോ എന്ന്. അതുകൊണ്ട് അതേപോലെ ഏട്ടനെ വേദനിപ്പിക്കാണ്ട് കൊല്ലുന്നത് പോലെ കാവ്യവൽക്കരിക്കാതെ PM ശ്രീ നടപ്പാക്കട്ടെ. കർണാടകയിൽ പരിശോധിച്ചോ? കർണാടകയിൽ 2022 BJP ഗവൺമെന്റ് ആണ് ഇത് നടപ്പിലാക്കുന്നത്. കേൾക്ക്
2023 സ്കൂൾ കൊടുക്കുന്നത് BJP ആണ്. എന്നാൽ കോൺഗ്രസ് ഗവൺമെന്റ് വന്നിട്ട് പാഠപുസ്തകങ്ങൾ മാറ്റി, ടിപ്പു സുൽത്താനെ പഠിപ്പിച്ചു, അവരുടെ കാവ്യവൽക്കരണ അജണ്ട എടുത്ത് തോട്ടിലെറിഞ്ഞു. മനസ്സിലാക്കി, സംസ്ഥാനങ്ങളുടെ പാഠപുസ്തകങ്ങൾ തീരുമാനിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ ബോർഡുകളാണെന്നും അവിടുത്തെ കരിക്കുലം തീരുമാനിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളാണെന്നും ഒക്കെ ഇത് എല്ലാവർക്കും നേരത്തെ അറിയാം. നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള നറേറ്റീവാണ് നേരത്തെ പറഞ്ഞ ഗാന്ധിജിയെയും നെഹ്റുവിനെയും മാറ്റി ഗോൾവാൾക്കറേയും വേറെ ആരണ്ടൊക്കെ വെക്കുമെന്നൊക്കെ. ആ പറഞ്ഞ കാര്യങ്ങൾ ഇതാ ഇപ്പൊ ഞങ്ങൾ വരുമ്പോ വേറെന്തോ സവിശേഷമാണ് എന്ന് പറയല്ലേ? പറഞ്ഞ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്കാണ് ഇപ്പോ ജനങ്ങളോട് മറുപടി പറയേണ്ടി വന്ന കാര്യം. അല്ലാതെ ഈ സ്റ്റേറ്റുകൾക്ക് കരിക്കുലം നടപ്പാക്കുന്ന കാര്യത്തിൽ, പാഠപുസ്തകങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാവും PM ശ്രീയിൽ നിന്ന് മുമ്പ് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വരുമ്പോ പാഠപുസ്തകം ഒന്നും മാറ്റില്ല എന്ന് പറയുന്നതിൽ എന്ത് കഥയുള്ളത്? അതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ കേണൽ S. ഡിന്നി, K. സുരേന്ദ്രനാണ് പറഞ്ഞത് മുസ്ലിം ലീഗ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ PM ശ്രീ നടപ്പാക്കിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, അല്ലെങ്കിൽ അത് ഒരു പ്രത്യേക സന്തോഷമാണ് എന്ന്. ആ പ്രത്യേക സന്തോഷം അനുഭവിക്കാൻ പോവാണോ? നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ഒരു പദ്ധതി കേരളത്തിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. കാരണം അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടുത്തെ കുട്ടികൾക്ക് അർഹതപ്പെട്ട അവർക്ക് വേണ്ട രീതിയിലുള്ള ഏത് രീതിയിലാണ് എഡ്യൂക്കേഷൻ മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുന്നത് ആ രീതിയിലേക്ക് വരുന്നു എന്നുള്ളതിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ സന്തോഷം. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഇപ്പൊ നേരത്തെ ശ്രീ അഭിലാഷ് മാറി മാറി ചോദിച്ചു രണ്ടുപേരെടുത്തും, പക്ഷെ അവർക്ക് ന്യായീകരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ചോദിച്ച ചോദ്യം തന്നെ ന്യായീകരിക്കൂ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. ന്യായീകരിക്കാൻ പറ്റിയില്ല. കാരണം എന്താണ്, നേരത്തെ ശ്രീ ഷാക്കിർ പറഞ്ഞ പോലെ LDF ഗവൺമെന്റ് സമയത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു ഇത് നല്ലൊരു പദ്ധതിയാണെന്ന്. പക്ഷെ അവരെല്ലാം പ്രഷർ വന്നു. അന്ന് പ്രതിപക്ഷത്തിരുന്നിരുന്ന ശ്രീ VD സതീശനും മറ്റു ആളുകളും എല്ലാം അത്രമാത്രമായിട്ടുള്ള നറേറ്റീവ് സൃഷ്ടിച്ചു. അതായത് കാവ്യവൽക്കരിക്കാൻ പോവുകയാണ്, ആ രീതിയിലേക്കുള്ള ഒരു കാര്യം വന്നു. നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞ പോലെ ഇതിന്റെ സിലബസ് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഇപ്പോൾ ഈ PM ശ്രീ സ്കൂളുകൾ വന്നാലും മറ്റ് ഗവൺമെന്റ് സ്കൂളുകൾ വന്നാലും ഒരേ സിലബസ് ആയിരിക്കും. അതിനകത്ത് ഒരു സംശയമില്ല. അപ്പൊ എവിടെയാണ് ഈ കാവ്യവൽക്കരണം? സ്കൂളുകൾ തീരുമാനിക്കുന്നത് ആരാണ്? അത് സംസ്ഥാന സർക്കാരാണ്. അതും വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇവര് ഇല്ലാത്ത ഒരു ശത്രുവിനെ സൃഷ്ടിക്കുക, ആ ശത്രുവിനെ കാണിച്ചിട്ട് ഒരു ഭയം സൃഷ്ടിക്കുക, ആ ഭയത്തിലൂടെ ന്യൂനപക്ഷങ്ങളെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ടാക്ടിക്സ് ആയിരുന്നു ഇത്. ആ ടാക്ടിക്സ് ആണ് പൊളിഞ്ഞു വീഴുന്നത്. അപ്പൊ ഇവിടെ പറയുന്നതിന് ഈ എനിക്ക് ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് എന്ന് പറയുന്നതിന് പകരം അവർ യഥാർത്ഥത്തിൽ പറയേണ്ടുള്ള കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോട് അല്ലെങ്കിൽ മറ്റു സ്ഥലത്തായാലും അവർക്ക് ന്യായീകരിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രം ഒരു ഫാൾസ് നറേറ്റീവ് ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞു. നോക്കൂ, NEP 2020 ആണല്ലോ ഇവരുടെ പ്രശ്നം. കേരളത്തിൽ NEP 2020 പല കാര്യങ്ങളും നടപ്പാക്കി കഴിഞ്ഞില്ലേ? അത് LDF ഗവൺമെന്റ് സമയത്ത് അത് ചെയ്തില്ലായിരുന്നോ? അപ്പൊ പിന്നെ എന്താണ് പ്രശ്നം എന്നുള്ളത്? പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ PM ശ്രീ എന്നുള്ളൊരു പേരും ആ PM ശ്രീയിൽ കാവ്യവൽക്കരണം നടക്കുന്നു എന്നുള്ള എന്തൊക്കെയോ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി, അവിടെ മാറ്റി, ഇവിടെ മാറ്റി. അതായത് പറഞ്ഞു ഇതൊന്നും ആർക്കും ഒന്നും അറിയുന്നില്ല. സിലബസ് എന്താണെന്നോ കരിക്കുലം എന്താണെന്നോ ബ്രോഡ് ഗൈഡ് ലൈൻസ് എന്താണോ എന്നൊന്നും അറിയാതെ ഒരു നരേറ്റീവ് അങ്ങ് സൃഷ്ടിച്ചു. ഇപ്പൊ വന്നിട്ട് പറ്റി, നമ്മുടെ സാധാരണക്കാര കുട്ടികൾ, ആ കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂളിന് 1 കോടി രൂപ വരെ കിട്ടുന്ന ആ ഒരു പദ്ധതി കഴിഞ്ഞ 5 വർഷമായിട്ട് കിട്ടാതെ പോയി അല്ലെ? മറ്റു സംസ്ഥാനങ്ങളെല്ലാം, ഈവൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വരെ അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇല്ലാത്ത പ്രശ്നമാണോ കേരളത്തിലുള്ളത്? അതൊന്ന് ആലോചിച്ച് നോക്കുക. LDF ഗവൺമെന്റ് നന്നായിട്ട് അറിയാമായിരുന്നു, പിണറായി സർക്കാർ നന്നായിട്ട് അറിയാമായിരുന്നു ഇത് ബെനിഫിഷ്യൽ ആണെന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോയത്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ 3ാം സർക്കാരും പിണറായി സർക്കാർ വന്നിരുന്നെങ്കിൽ അത് അവർ 100% അവർ ഇംപ്ലിമെന്റ് ചെയ്താൽ അത് ആ രീതിയിൽ തന്നെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം കെപ്റ്റ് ഇൻ അബയൻസ് ആയിരുന്നു. അവർക്ക് വേണമെങ്കിൽ പറയില്ല ഞങ്ങൾ ഇനി ഇതില്ല എന്ന് പറഞ്ഞത്. കെപ്റ്റ് ഇൻ അബയൻസ് ആണ് അവർ ചെയ്തത്. ഫസ്റ്റ് സ്റ്റെപ്പാണ് സൈൻ ചെയ്യുക, MOU സൈൻ ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സെലക്ഷൻ ഓഫ് സ്കൂൾ. അതിന് കോമ്പറ്റീഷൻ ബേസ്ഡിലാണ്. 3ാമത്തേത് എന്താണ്? അത് കഴിഞ്ഞിട്ട് അതിനെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുക. ഇതാണല്ലോ. ഇനി ഇപ്പം ഈ UDFന്റെ ഒരു സബ് കമ്മിറ്റി ഫോം ചെയ്തിട്ട് പറയുമ്പോഴാണ് ഞങ്ങൾ കാവ്യവൽക്കരിക്കാത്ത രീതിയിലേക്ക് ചെയ്യുന്നു. ഒന്നും ചെയ്യാനില്ല. ഈ സബ് കമ്മിറ്റിക്ക് ഇനി ചെയ്യാനുള്ളത് സ്കൂളുകൾ സെലക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ആ സ്കൂളുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ലിസ്റ്റ്. അത് സംസ്ഥാന സർക്കാർ തന്നെയാണ് കൊടുക്കുന്നത്. സിലബസ് ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? അതും സംസ്ഥാന സർക്കാരാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് പഠിപ്പിക്കാം. അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പ് കാരണം, ഈ പൊളിറ്റിക്സ് കാരണം ശ്രീ അഭിലാഷ്, നമ്മുടെ കുട്ടികളാണ് ഈ 5 വർഷം കിട്ടാനുള്ള ആ ഫെസിലിറ്റീസ് കിട്ടാതെ പോയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ LDFും UDFും പാർട്ടീസ് തന്നെയാണെന്ന് യാതൊരു സംശയമില്ല. ശരി, ശ്രീ PM ഷോ, 2025 ഒക്ടോബറിൽ LDF സർക്കാർ ഒപ്പിട്ട ധാരണാപത്രമാണ്. അതാണ് ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത്. നിങ്ങൾ ഒരു ധാരണാപത്രം ഒപ്പിട്ടു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം, പൊളിറ്റിക്കൽ പ്രഷർ കാരണം അത് നടപ്പാക്കാൻ പറ്റിയില്ല. ഇപ്പൊ അത് UDF നടപ്പാക്കുന്നു. അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? ശ്രീ അഭിലാഷ്,
2020 ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്ത് അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഒന്നുണ്ടായിരുന്നു, NEP-യുടെ അംബാസഡർമാരെ തീരുമാനിക്കുന്നതിന് വേണ്ടി സർവകലാശാലകളിൽ നിന്ന്. ഇന്നിപ്പോൾ ഈ ദിവസം ഈ സായാഹ്നെത്തുമ്പോഴേക്കും കേരളത്തിലെ VD സതീശൻ അടക്കമുള്ള UDF-ൻ്റെ നേതൃത്വം, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ അവർ PM ശ്രീയുടെ അംബാസഡർമാരായി മാറുന്ന അനുഭവത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ PM ശ്രീയുടെ ധാരണാപത്രത്തിൽ 2025 നവംബർ മാസം 23-ാം തീയതി ഇടതുപക്ഷ ഗവൺമെൻറ് ഒപ്പുവെക്കുന്ന നിലയുണ്ടായിരുന്നു. 20 ദിവസത്തിനിപ്പുറം 2025 നവംബർ മാസം 12-ാം തീയതി എത്തുമ്പോഴേക്കും ആ ധാരണാപത്രം മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുടരുന്നതിന് വേണ്ടി ഞങ്ങൾ സന്നദ്ധരല്ല എന്ന് വളരെ കൃത്യമായി കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രക്രിയകളാകെ തുടർ നടപടികളാകെ നിർത്തിവെക്കുന്നതിന് വേണ്ടി മരവിപ്പിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ഗവൺമെൻറ് തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. നമ്മുടെ മുൻപിലേക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളാകെ ചർച്ച ചെയ്ത വിവിധങ്ങളായ വിദ്യാഭ്യാസ മേഖലയിൽ എല്ലാ ഫെഡറൽ കാഴ്ചപ്പാടുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ പല സന്ദർഭത്തിൽ അത് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ മുൻപിൽ ഇന്നിപ്പോൾ കുറച്ച് മുൻപ് ഇതേ ചർച്ചയിൽ തന്നെ എൻ്റെ സഹപാനലിസ്റ്റുകളായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും പ്രതിനിധികൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളാകെ കേട്ടതാണ്. ഇതേ ആളുകളടക്കം തൊട്ട് മുൻപ് നടന്ന 2 തെരഞ്ഞെടുപ്പുകളുടെ പടിവാതിലിൽ എന്തെല്ലാമായിരുന്നു കേരളത്തിലെ ജനതയുടെ മുൻപിൽ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഈ നാട് മറന്നു പോകേണ്ടുന്ന അത്രയും സമയം എന്തായാലും നമ്മൾ പിന്നിട്ടിട്ടില്ല. 2020 ദേശീയ വിദ്യാഭ്യാസ നയം അവതരിപ്പിക്കുകയും അതിൻ്റെ തുടർച്ചയിൽ PM ശ്രീ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെക്കുകയും ചെയ്ത സന്ദർഭം മുതൽ ഈ നാടിനകത്ത് കൃത്യമായി അതിനെതിരായിട്ടുള്ള എതിർപ്പ്, അല്ലെങ്കിൽ അത് ഏതെല്ലാം നിലയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് നമ്മുടെ സിലബസിൽ കരിക്കുലത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതടക്കമുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിനകത്തുണ്ട്. 2020 അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ട് 2022 മുതൽ വളരെ വലിയ സമ്മർദ്ദം രാജ്യത്തെ വിവിധ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ മുകളിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയത്, സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ ഒക്കെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ആ സന്ദർഭങ്ങളിലൊന്നും തന്നെ കേരളത്തിനകത്ത് അധികാരത്തിലുണ്ടായിരുന്ന ഗവൺമെൻറ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സന്നദ്ധല്ല എന്നുള്ള നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ 2025 നവംബറിലേക്ക് എത്തുമ്പോൾ ഏത് സാഹചര്യത്തിലായിരുന്നു ധാരണാപത്രം ഒപ്പിടുന്നതിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നത് എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ആവർത്തിച്ച് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് PM ശ്രീയുമായി ഒരു ബന്ധവുമില്ലാത്ത SSK ഫണ്ട് അടക്കമുള്ള ഏത് നിലയിലാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഇടപെടൽ നടത്തിയെന്നുള്ളതിൻ്റെ ഒരുപാട് അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി SSK ഫണ്ട് 2023-24 അധ്യയന വർഷം മുതലുള്ളത് തടഞ്ഞു വെക്കുന്നതിന് വേണ്ടിയും PM ശ്രീയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അത് അനുവദിക്കൂ എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും SSKക്ക് കീഴിലുള്ള അധ്യാപകരുടെ അടക്കം ശമ്പളം മുടങ്ങുകയും അടക്കം ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇതിൻ്റെ ധാരണാപത്രം ഒപ്പിടുന്നതിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്ന സ്ഥിതി ഉണ്ടായത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിമർശനം, വലിയ വിയോജിപ്പുകൾ ഉയർന്നു വന്നു. വീണ്ടും അത് പുനഃപരിശോധിക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട് വിവിധ വിഭാഗത്തിലുള്ള ആളുകളുടെ ചുറ്റുമുള്ള വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടും സമൂഹത്തിനകത്ത് വിവിധ നിലയ്ക്ക് ഇടപെടുന്ന ആളുകളുടെയും അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയും തയ്യാറായ സന്ദർഭത്തിൽ വീണ്ടും ഇതിനുശേഷം 2025 നവംബർ മാസം 10-ാം തീയതി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നേതൃത്വം കൊടുത്ത സംഘം വീണ്ടും കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച നടത്തുന്നുണ്ട്. SSK ഫണ്ട് വിട്ട് അവശേഷിക്കുന്ന ബാക്കിയുള്ള SSK ഫണ്ട് വിട്ടു നൽകുന്നതിന് വേണ്ടി തയ്യാറാകണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുക്കല്ല എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലും ഇവർ SSK ഫണ്ട് വിട്ടുതരുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല എന്ന സാഹചര്യം വരികയും ഈ വിമർശനങ്ങളെയും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സ്വരങ്ങളെ കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതില്ല, ഇത് നിർത്തിവെക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അന്ന് അധികാരത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിന് ശേഷം ഇങ്ങോട്ടും ആ സന്ദർഭത്തിലും ഇവിടെ ഉയർന്ന വാദങ്ങളെ സംബന്ധിച്ച് ഉത്തരവാദിത്തപ്പെട്ട് ഇവരുടെ നേതാക്കൾ ആവർത്തിച്ചു പറഞ്ഞതിനെ കുറിച്ചൊക്കെ അങ്ങ് ഇതിന്റെ തുടക്കം മുതൽ സൂചിപ്പിക്കുന്ന നിലയുണ്ടായി. ഏറ്റവും അന്ന് ആ സന്ദർഭത്തിൽ കേരളത്തിലെ വീടുകൾ കയറി, കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ കയറി, വിശിഷ്യ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അന്ന് ഇടതുപക്ഷത്തിന്റെ രാജ്യസഭാ അംഗമായിട്ടുള്ള സഖാവ് ജോൺ ബ്രിട്ടാസിനെ
പൊതുസമൂഹത്തിൽ വിശേഷിപ്പിച്ചിരുന്ന ഒരു പേരുണ്ട്. അന്ന് അവർ പറഞ്ഞത് മുന്നയാണ് ജോൺ ബ്രിട്ടാസ് എന്നുള്ളതായിരുന്നു. മുന്നയാണ് ജോൺ ബ്രിട്ടാസ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയും RSSുമായുള്ള ഡീലാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ഇവർ നടത്തിയിട്ടുള്ള നിരവധിയായ ശ്രമങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ഇന്ന് 2026 ഈ പറഞ്ഞ പോലെ UDF അധികാരത്തിൽ എത്തി. ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ ചർച്ചയ്ക്കിരിക്കുന്ന ഘട്ടം എത്തുമ്പോഴേക്കും രാജ്യത്തെ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ മുൻനിരയിൽ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഇടതുപക്ഷത്തിന്റെ നേതൃത്വമായി ഉണ്ട് എന്നതിനോടൊപ്പം തന്നെ അന്ന് അവർ ആവർത്തിച്ച് മുടക്കിയ പേര് മുന്ന എന്ന പേര് കേരളത്തിലെ ലീഗിന്റെ UDFന്റെ നേതൃത്വത്തിന് വന്നു ചേരുന്ന അവസ്ഥയിലേക്ക് ഇവർ എത്തി നിൽക്കുന്നുണ്ട് എന്ന കാഴ്ചയ്ക്ക് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി ശരി ആർഷോ ലീഗല്ല പറഞ്ഞത്. അല്ല, ആക്ഷേപിക്കുന്നതിന് വേണ്ടി തയ്യാറായത് എന്നുള്ളതും ഞങ്ങളല്ല പറഞ്ഞത്, BJPയുടെ കേന്ദ്രമന്ത്രിയാണ് പറഞ്ഞത്. PM ശ്രീയുടെ അംബാസഡർമാരായി ഞങ്ങളല്ല പറഞ്ഞത്. ഇന്ന് PM ശ്രീയുടെ അംബാസഡർമാരായി എങ്ങനെയാണ് ലീഗും കോൺഗ്രസും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുൻപിൽ നിൽക്കുന്നത് എന്ന കാഴ്ച നമ്മുടെ മുൻപിലുണ്ട്. ആ മുന്ന എന്ന പേര് ഇന്ന് ചേരുക VD സതീശനാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി അവസരം എനിക്കൊരു ഇടവേള, അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വീണ്ടും. ശ്രീ VR അനൂപ്, ഇന്നലെയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ അല്ല വിദ്യാർത്ഥികളുടെ ശത്രു, മറിച്ച് RSS ആണ്. RSS ആണ് ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളുടെയും വൈസ് ചാൻസലർമാരായ RSSകാരെ നിയോഗിക്കുകയാണ് തുടങ്ങി. എങ്ങനെയാണ് RSS ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തിൽ ഇടപെടുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ എന്ന് പറഞ്ഞാൽ UDF തീരുമാനമെടുത്തതിന്റെ തൊട്ട് തലേന്ന് പാർലമെന്റിൽ പ്രസംഗിച്ചത്. എനിക്ക് ഈ രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ രാംജു റാവു സ്പീക്കിംഗിൽ മുകേഷിന്റെ അമ്മയായിട്ട് വരുന്ന സുകുമാരി കാറിലിരിക്കുന്ന ആ രംഗമാണ് ഓർമ്മ വരുന്നത്. നിങ്ങളിത് നടപ്പാക്കാൻ തീരുമാനിച്ച വിവരം ആ മനുഷ്യനെ അറിയിച്ചോ? ഒരു സംശയവുമില്ല. അൺകോംപ്രമൈസിംഗ്ലി ഇന്ത്യയിൽ RSSനെതിരായുള്ള പോരാട്ടത്തിൻ്റെ ഒരു പുതിയ യുദ്ധമുഖം രാഹുൽ ഗാന്ധി തുറന്നിരിക്കുകയാണ്. അദ്ദേഹം കുറേ കാലങ്ങളായി ഇവിടെ RSSനെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു സംശയവും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നത് പോലെ നല്ല PM ശ്രീ, ചീത്ത PM ശ്രീ എന്ന് രണ്ട് തരം PM ശ്രീ ഇല്ല കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്. ഭരണപരമായ നിസ്സഹായതയുടെ പേരിൽ നടപ്പിലാക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് ബന്ധപ്പെട്ട ആളുകൾ വിശദീകരിക്കും. പക്ഷെ രാഷ്ട്രീയമായി കോൺഗ്രസ് എടുത്തൊരു പൊസിഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന സംഘപരിവാർ വൽക്കരണത്തിൻ്റെ അജണ്ടയായി PM ശ്രീ ഉപയോഗിക്കപ്പെടുമെന്ന് ഞങ്ങളത് മാറ്റി പറയില്ല. ഞങ്ങളുടെ രാഷ്ട്രീയമായ നിലപാടാണ്, രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ്. ഞാനിവിടെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ്. അപ്പം ഞങ്ങൾക്ക് പ്രാഥമികമായും പറയേണ്ടത് രാഷ്ട്രീയമാണെന്നേ. അപ്പം ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പറയുന്ന സംഘപരിവാർവൽക്കരണത്തിനെതിരാണ്. പക്ഷേ ഈ പറയുന്ന ഒരു കരാർ ഏർപ്പെട്ടതിന് ശേഷം അത് പിന്മാറാൻ കഴിയാത്ത സാഹചര്യം എന്ത് എന്നുള്ള അതിൻ്റെ ഭരണപരമായി അത് അനിവാര്യമാക്കുന്ന നിസ്സഹായമായ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ആളുകൾ വിശദീകരിക്കുന്നേ. അതിനകത്ത് ഇപ്പോ സർക്കാരല്ലല്ലോ, മന്ത്രിസഭാ യോഗം അല്ലല്ലോ ഇപ്പൊ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പൊ തീരുമാനമെടുത്തിരിക്കുന്നത് ആരാണ്? UDF ആണ്. UDFന്റെ കൺവീനർ അടൂർ പ്രകാശാണ് PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ മുന്നണി തീരുമാനിച്ച കാര്യം പറയുന്നത്. അപ്പോൾ മുന്നണിയിൽ ആരൊക്കെയാണുള്ളത്? മുസ്ലിം ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്, CMB ഉണ്ട്, RSP ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചേർന്നൊരു മുന്നണിയായി ചേർന്നെടുത്തിട്ടുള്ള തീരുമാനമാണ്, മന്ത്രിസഭ എടുത്ത തീരുമാനമല്ല. അല്ലാതെ ഈ മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനത്തോടു കൂടി കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുമെന്നാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്. ഇത് വളരെ കൃത്യമാണ്. ഞങ്ങൾക്കൊരു രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേർക്കേണ്ട ഒരു സാഹചര്യമില്ല. അതിനെ താങ്കൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ ന്യായീകരിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളതൊന്നും ഇവിടെ ക്ഷമിക്കണം, ആർഷോ ഇവിടെ പറഞ്ഞു നിങ്ങൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളില്ലേ എന്ന് ചോദിച്ചു. തീർച്ചയാണ് ആർഷോ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഒരു വാക്ക് പോലും ഞങ്ങൾ മാറ്റി പറയുന്നില്ലെന്നേ. വാക്ക് മാറ്റാതെ നിങ്ങൾ PM ശ്രീ നടപ്പാക്കുക, എന്നിട്ട് ഞങ്ങൾ വാക്ക് മാറ്റി പറയുന്നത്. ഞങ്ങൾ കാര്യം പറഞ്ഞല്ലോ, ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഞാൻ പറഞ്ഞല്ലോ. ഈ പറയുന്ന ഇത് മാറ്റാതെ ഞാൻ കോൺഗ്രസിന്റെ നിലപാടാണ് പറയുന്നത്. നല്ല PM ശ്രീ, മോശം PM ശ്രീ എന്ന് പറയുന്ന വളരെ കാറ്റഗറിക്കലി പറഞ്ഞല്ലോ. ചീത്ത കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് പോലെ രണ്ടു തരം കൊഴുപ്പുള്ളത് പോലെ അങ്ങനെ ഒരു നല്ല PM ശ്രീ ഉണ്ടെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. രാഷ്ട്രീയമായി ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നത് ഒരു സംഘപരിവാർ അജണ്ട തന്നെയാണ്. പക്ഷേ ഭരണപരമായത് നടപ്പിലാക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് ആ കരാറിൻ്റെ സാങ്കേതികത്വം ഉൾപ്പെടെ ഭരണപരമായി വിശദീകരിക്കപ്പെടും.
അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഇന്നലകളിൽ പറഞ്ഞതൊക്കെ ഈ പറയുന്ന തെറ്റായിപ്പോയി എന്ന് വന്ന് കുമ്പസരിക്കേണ്ട കാര്യമില്ല. അത് തീർച്ചയായും ആ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയെന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ഈ കരാറിനകത്ത് പോലും ഒരു കരാർ ഏർപ്പെടുമ്പോൾ അതിനകത്ത് നിയമപരമായ പ്രശ്നങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. ആ കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയാത്ത തരത്തിൽ ആ കരാറിനകത്ത് കോൺഗ്രസിന് മുമ്പ് ഇങ്ങനെ ഒരു നിലപാടെടുത്ത് എനിക്ക് തോന്നുന്നു സിനിമാ നടന്മാരുടെയും നടിമാരുടെയും സംഘടനയായ അമ്മയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ആക്രമിക്കപ്പെട്ട നടിയുടെ ഒപ്പമാണ്, എന്നാൽ പ്രതിയായ ദിലീപിന് വേണ്ടി വാദിക്കും എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് ഇതിലൊക്കെ എതിർപ്പാണ്, പക്ഷെ ഞങ്ങൾ നടപ്പാക്കും. അല്ല, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി എടുത്ത രാഷ്ട്രീയമായ തീരുമാനം എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്നലകളിൽ എടുത്ത തീരുമാനത്തിൽ തന്നെയാണ്. PM ശ്രീ പദ്ധതിക്ക് അതിൻ്റെ സംഘപരിവാർ ഉള്ളടക്കത്തിന് ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ആ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഭരണപരമായി ഇപ്പോൾ അത് നടപ്പിലാക്കപ്പെടേണ്ട തുടരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ പോലും ക്ലാരിറ്റി ആവശ്യമാണ്. മന്ത്രിസഭാ ഉപസമിതിക്ക് ശേഷം തീരുമാനിക്കപ്പെടും എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് വിശദീകരിക്കപ്പെടേണ്ട ബന്ധപ്പെട്ട ഭരണപരമായ കാര്യങ്ങൾ ഭരണ നേതൃത്വം വിശദീകരിക്കും. അതിനപ്പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ അതിനെ ന്യായീകരിച്ചു മെഴുകുക എന്നുള്ളതിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ പറഞ്ഞു തന്നെയാണ്, അത് കൃത്യമാണ്, അത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ്. രാഷ്ട്രീയമാണ് അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഈ നേരത്തെ താങ്കൾ ചോദിപ്പിച്ചു, രാഹുൽ ഗാന്ധിയെ പോലൊരാൾ ഇത്ര വലിയൊരു പോരാട്ടം പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ RSSന്റെ അജണ്ടകൾക്കെതിരെ പോരാടുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കേണ്ട ആ രാഷ്ട്രീയ നിലപാടിൽ ഒരു ഇഞ്ച് പോലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ ഭരണപരമായി ഈ പറയുന്ന ഈ കരാർ നടപ്പിലാക്കപ്പെടേണ്ട അനിവാര്യതകൾ ഉണ്ടെങ്കിൽ അത് ഭരണ നേതൃത്വം അത് വിശദീകരിക്കും. ശരി, ഞാൻ അതിലേക്ക് വരാം. എനിക്ക് ലീഗിനോടുള്ള ചോദ്യമുണ്ട്. അതിനു മുമ്പ് BJPയുടെ പൊസിഷൻ കൂടി ഒന്ന് അറിഞ്ഞതിന് ശേഷം, ശ്രീ ഡിന്നി അടുത്ത ബുധനാഴ്ച മന്ത്രിസഭാ ഉപസമിതിക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കും എന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രതിനിധി തൊട്ടു മുമ്പ് പറഞ്ഞത്. അടുത്ത ബുധനാഴ്ച വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുന്നത് എന്താണ് എന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഒന്ന്, അദ്ദേഹം പറയും PM ശ്രീ നടപ്പാക്കിയാലും സംസ്ഥാനത്തെ പുസ്തകങ്ങൾ നിർമ്മിക്കുന്നതും സിലബസ് തീരുമാനിക്കുന്നതും നമ്മൾ തന്നെ ആയിരിക്കും. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യുകയില്ല. ഒന്നാം നമ്പർ. രണ്ട്, ഏതൊക്കെ സ്കൂളുകളിലാണ് PM ശ്രീ നടപ്പാക്കേണ്ടത് എന്ന കാര്യം കേന്ദ്ര സർക്കാരല്ല, ഞങ്ങളാണ് തീരുമാനിക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കാവ്യവൽക്കരണം അനുവദിക്കില്ല, പുസ്തകങ്ങൾ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല, സിലബസ് വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല, സ്കൂളുകൾ ഏതൊക്കെ വേണം എന്ന് നമ്മൾ തീരുമാനിക്കും. അതോടുകൂടി ഫയൽ വാൻ ജയിച്ചേ, എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു, ഇനി PM ശ്രീ ഞങ്ങൾ നടപ്പാക്കും എന്ന് പറയുമ്പോൾ വെരി ഗുഡ്, ഇതാണ് രാഷ്ട്രീയ നിലപാട് എന്ന് സ്വാഭാവികമായും മറ്റ് പാർട്ടികളുടെ അണികളും നേതാക്കളും ഒക്കെ TV-യിലും അല്ലാതെയൊക്കെ പറയുകയും ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെയും സിറ്റുവേഷൻ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇതുപോലത്തെ ഒരു നറേറ്റീവ് കുക്ക് ചെയ്യാൻ UDF-ന് കുറച്ചും കൂടി ഒരു വൈദഗ്ധ്യമുണ്ട്. അവരുടെ അണികൾ യാതൊരു സംശയമില്ലാതെ അത് കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് LDF ഇരിക്കുമ്പോഴേക്കാൾ UDF ഇരിക്കുമ്പോഴല്ലേ PM ശ്രീ പോലെയുള്ള പദ്ധതികൾ നടപ്പാക്കാൻ എളുപ്പം? ഞാൻ ശ്രീ അഭിലാഷ് പറഞ്ഞ നരേറ്റീവ് ഭാഗത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം ഇത് തന്നെയാണ് അവർ ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ആബ്സല്യൂട്ട്ലി കറക്റ്റാണ്. ആ രീതി തന്നെയാണ് അതിന്റെ തുടക്കം. നമ്മൾ ആക്ച്വലി ഈ നേരത്തെ ശ്രീ VD സതീശൻ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിരുന്നു. അതായത് ഞാനൊരു സബ് കമ്മിറ്റി വെക്കുന്നുണ്ട്. ഇപ്പോഴല്ല, മുമ്പ് നേരത്തെ അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയ ഉടനെ തന്നെ അദ്ദേഹം ഇത് പറഞ്ഞിരുന്നു. അന്ന് വേണമെങ്കിൽ അതേ നിലപാട്, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ആ നിലപാട് വേണമെങ്കിൽ അദ്ദേഹത്തിന് അന്ന് സ്വീകരിക്കുമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. കാരണം അവരത് നടപ്പാക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ലായിരുന്നു. അപ്പോൾ എന്ത് പറഞ്ഞു, ഞങ്ങൾ സബ് കമ്മിറ്റി വെച്ച് പഠിക്കൂ, ഞങ്ങൾ സ്റ്റഡി ചെയ്യട്ടെ, അദ്ദേഹത്തിന് സ്റ്റഡി എന്നുള്ളൊരു രീതിയിലുണ്ടല്ലോ, അപ്പോൾ ആ സ്റ്റഡി ചെയ്ത് ഞാൻ പറയാം എന്ന് പറഞ്ഞു. ആ സ്റ്റഡി ചെയ്തുള്ള സബ് കമ്മിറ്റി ശ്രീ അഭിലാഷ് പറഞ്ഞ പോലെ ഇത് തന്നെയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും സ്റ്റഡി ചെയ്യാനില്ല. അവർക്ക് എന്തെങ്കിലും സ്റ്റഡി ചെയ്യണമെങ്കിൽ എനിക്കൊന്ന് ശ്രീ അഭിലാഷിന്റെ പ്രോഗ്രാം തന്നെ ആയിരുന്നു. നിങ്ങൾ നേരെ തെലങ്കാനയിലെ ചീഫ് മിനിസ്റ്റർ വിളിച്ച് ചോദിച്ചാൽ പോരെ ഈ PM ശ്രീ നിങ്ങൾ എങ്ങനെയാണ് നടപ്പാക്കിയത്? അവിടെയും ശ്രീ രാഹുൽ ഗാന്ധി തന്നെ അല്ലേ ശ്രീ അഭിലാഷ് അവരുടെ നേതാവും? ഇപ്പൊ കേരളത്തിൽ മാത്രം എന്താ സെപ്പറേറ്റ് ആയിട്ടുള്ള നേതാവുണ്ടോ ശ്രീ രാഹുൽ ഗാന്ധി? അപ്പൊ അവിടെ ഉള്ള കോൺഗ്രസിന് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഉള്ള ചെയ്തുകൊണ്ടാണ് എന്റെ ചോദ്യം. അപ്പൊ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു കാവ്യവൽക്കരണോ അല്ല അങ്ങനത്തെ നരേറ്റീവിന് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതാണ് സത്യം. അത് ഇവർക്ക് ശ്രീ VD സതീശൻ പ്രതിപക്ഷത്തിരുന്നപ്പോൾ നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷെ അവിടാണ് ശ്രീ നേരത്തെ അനൂപ് പറഞ്ഞ പോലെ രാഷ്ട്രീയം കൊണ്ടുവന്നു. ആ രാഷ്ട്രീയം എന്താണ്? ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ന്യൂനപക്ഷങ്ങളുടെ ഇടയ്ക്ക് ഞങ്ങളാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നോക്കൂ, ഞങ്ങൾ വന്നില്ലെങ്കിൽ ഈ PM ശ്രീയിലൂടെ കാവ്യവൽക്കരണം വരും, ഗാന്ധിജിയുടെ മാറ്റം, അങ്ങനെയൊക്കെ എന്നുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവർ ഗവൺമെന്റ് വന്നപ്പോൾ ഇതറിയാം, ഇത് നടപ്പാക്കണം, നല്ല പദ്ധതിയാണ്, ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ബെനിഫിറ്റ് വരും. പക്ഷെ കുട്ടികൾക്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഉള്ള നിലപാടിൽ നിന്ന് മാറും. അപ്പൊ വീണ്ടും ശ്രീ അഭിലാഷ് പറഞ്ഞ പോലെ ഇതേ കാര്യം തന്നെ ആയിരിക്കും. അടുത്ത ബുധനാഴ്ച വരുമ്പോൾ പറയും, ഞങ്ങൾ നോക്കൂ, ഇതെല്ലാം പഠിച്ചു, സ്റ്റഡി ചെയ്തു, ഒരു കാരണവശാലും സ്റ്റേറ്റ് സിലബസ് വിട്ടുകൊടുക്കത്തില്ല. സ്റ്റേറ്റ് സിലബസ് വർഷാവർഷങ്ങൾ സ്റ്റേറ്റ് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പറയത്തില്ല.
സ്കൂളുകൾ സെലക്ട് ചെയ്യുന്നത് ഞങ്ങളായിരിക്കും. ഒരു കാരണവശാലും ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാർ അത് വിട്ടുകൊടുക്കത്തില്ല. അതും എല്ലാ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തിലും ചെയ്തത് അതാത് സംസ്ഥാനമാണ്, ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ 47 കേന്ദ്ര വിദ്യാലയം നവോദയ സ്കൂളുകൾ ഓൾറെഡി കേരളത്തിലുണ്ട്. അവിടെ ഒന്നും ഈ കോൺഗ്രസിന്റെയും CPM-ന്റെയും മുസ്ലിം ലീഗിന്റെ കുട്ടികളൊന്നും പഠിക്കുന്നില്ലേ? അവിടെയൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അവിടെ എന്ത് പ്രശ്നമാണ് ഇത്രയും നാളായിട്ട് അവർ നേരിട്ടുണ്ട്? എന്തെങ്കിലും നേരിട്ടുണ്ടോ? കേന്ദ്ര വിദ്യാലയ പട്ടമുണ്ടല്ലോ ഇവിടെ ട്രിവാൻഡ്രത്ത്, അത് PMC ആണ്. ഞാനും അവിടുത്തെ പഠിച്ച കുട്ടിയാണ്. അപ്പൊ അവിടെ എന്താ പ്രശ്നമായിട്ടുള്ളത്? ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഈ നരേറ്റീവ് സൃഷ്ടിച്ച് നിങ്ങൾ കൊണ്ടുവന്നതിന്റെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ഈ PM-ശ്രീ പദ്ധതി. അതായത് നേരത്തെ LDF ഇരുന്നപ്പോഴും അവർക്കും അത് നന്നായിട്ട് അറിയാമായിരുന്നു, പക്ഷെ അവർക്ക് ഭയമായിരുന്നു ഈ വോട്ട് പോകുമെന്നുള്ളത്. ഈ ഇപ്പം UDF-നെ സംബന്ധിച്ചോളം അവർ ജയിച്ചു കഴിഞ്ഞു. ഇനി 5 വർഷത്തേക്ക് നേരത്തെ ശ്രീ അഭിലാഷ് പറഞ്ഞ പോലെ ഈ ഒരു ക്യാപ്സ്യൂൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ അണികൾക്കും മറ്റുള്ളവർക്കും അത് പറഞ്ഞു നടക്കാൻ വേണ്ടി അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് തന്നെയാണ് ഓരോ പദ്ധതികളും നോക്കി കഴിഞ്ഞാൽ. ഇല്ലാത്ത ശത്രുക്കളെ കണ്ടെത്തുക, അതിനു വേണ്ടിയുള്ളത് അവസാനം വരുന്നത് കേരളത്തിന് ദോഷം എന്നുള്ള മാത്രമേ നടക്കുന്നുള്ളൂ. ശരി, ശ്രീ CK ഷാക്കിർ, ഇതല്ലേ അടുത്ത ബുധനാഴ്ച മുതലുള്ള ക്യാപ്സ്യൂൾ? സിലബസോ പാഠപുസ്തകമോ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല, സ്കൂളുകൾ ഞങ്ങൾ തന്നെ തീരുമാനിക്കും എന്നുള്ളതല്ലേ? ഇപ്പൊ ശിവൻകുട്ടിയുടെ കാലത്ത് സ്കൂളുകൾ നരേന്ദ്രമോദി തീരുമാനിക്കുമായിരുന്നോ? പാഠപുസ്തകം നരേന്ദ്രമോദി ഒന്ന് എഴുതുമായിരുന്നോ? അഭിലാഷ് ഇന്ന് കുറെ കോമഡി സിനിമ കണ്ടിട്ട് വലിയ ആവേശത്തിൽ വന്നിരിക്കുകയാണ്. കോമഡി സിനിമകളൊക്കെ നിങ്ങൾ ഭരിക്കുമ്പോ ഔട്ട്ഡേറ്റഡ് ആയി സാർ. ആൾക്കാർ ഈ മൂവി ചാനലിൽ റേറ്റിംഗ് കുറയാണ്. ഇതിനേക്കാൾ വലിയ കോമഡി വേറെ എവിടെ കിട്ടും? നിങ്ങൾ എന്നെ പറയാ, ഒരു മിനിറ്റെങ്കിലും എനിക്കൊന്ന് സമയം തരണ്ടേ? അതായത് ആർഷോ ഇരിക്കുന്നത്, ആർഷോക്ക് അതിന്റെ ഒരു ഇതിവിടെ ഇവിടുന്ന് ന്യായീകരിക്കാനും നാണം ആർഷോയുടെ മുഖത്തുണ്ട്. കാരണം ആർഷോ അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിളിച്ചു ചേർത്ത വിദ്യാർത്ഥി സംഘടനാ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. SFI എതിരായിരുന്നു, KSU എതിരായിരുന്നു, MSF എതിരായിരുന്നു, പിന്നെ AISF എതിരായിരുന്നു. എന്നിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് CPI-യോട് പോലും ചോദിക്കാതെ പിന്നെ ദുരൂഹമായി സ്വകാര്യമായി പോയി തലയിൽ മുണ്ടിട്ട് ഒപ്പിട്ട് വന്നു. നിങ്ങൾ നോക്കുക, 16-ാം തീയതി ഒപ്പിട്ട MOU 17-ാം തീയതി ചിന്താവാരികയിൽ അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ശിവൻകുട്ടിയുടെ ഒരു വീഡിയോ സന്ദേശം ഞാനിപ്പോൾ അഭിലാഷിന് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങളൊന്ന് തുറന്ന് കാണണം. PM-ശ്രീ ഒപ്പിട്ടതിൻ്റെ നഷ്ടം ഞങ്ങൾ സഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ദീർഘമായി പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ മറച്ചു വെച്ചിട്ട് PM-ശ്രീ എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് അതിലെ ഞങ്ങൾ എന്താണോ ആരോപിച്ചിരുന്നത് ആ ആരോപണം പരിശോധിച്ച് അത് നടപ്പിലാക്കാതെ കേരളീയ വിദ്യാഭ്യാസ രംഗത്ത് ഗുണകരമായി നടപ്പിലാക്കുമെന്നാണ് നേരത്തെ പറഞ്ഞു. അത് തന്നെയാണ് ഞങ്ങൾ PM-ശ്രീ എന്ന് പറഞ്ഞ കേന്ദ്ര പദ്ധതി, അല്ലെങ്കിൽ ഒരുപാട് കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അത് നിർബന്ധമായ സാഹചര്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഒരുപാട് ഉന്നത മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് പല പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ഞങ്ങൾ ഇടുമ്പോ മാത്രം സ്റ്റാൻഡാണ്. എവിടെയാണ് ഞങ്ങൾ നിലപാട് മാറ്റിയിരിക്കുമ്പോ അത് നടപ്പാക്കുമ്പോ അത് നിർബന്ധം അല്ല. അന്നും ഇന്നും ഒരേ വാചകമാണ്, ഒരേ വാദമാണ്. നിങ്ങൾ അഭിലാഷ് എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരേ വാദമാണ്, പ്രവൃത്തി മാത്രമാണ്. അതൊന്ന് അഭിലാഷ് ഒന്ന് പറഞ്ഞാട്ടെ. അല്ലല്ല, അഭിലാഷ് എന്തിനാണ് ഇന്ന് ഇൻട്ര മുതൽ ഞങ്ങളോട് ന്യായീകരിക്കാൻ പറയാണ്? ഞാൻ ചോദിക്കുന്നത് ന്യായീകരിക്കണ്ട. ഞങ്ങൾ അന്ന് പറഞ്ഞതും പറ്റാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. സ്നേഹമുണ്ട് രണ്ടുപേരോടും. ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് എനിക്കറിയാം. ഐ ഡു എഗ്രി. അല്ലല്ല, നിങ്ങൾ ഞാൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടോ, നല്ല ചിരിച്ച് പ്രസന്ന ഇരിക്കുന്നതുകൊണ്ടറിയോ? നിങ്ങളോടും മലയാളികളോടും ഞങ്ങൾക്ക് അന്തസ്സോടെ പറയാൻ കഴിയും. അന്ന് വിമർശിച്ചതും ഇന്ന് പറയുന്നത് ഒരേ കാര്യമാണ്. PM-ശ്രീ എന്ന പദ്ധതിയിലെ കാവ്യവൽക്കരണം നടപ്പിലാക്കാൻ അനുവദിക്കില്ല. കേരളീയ വിദ്യാഭ്യാസത്തിന് പുരോഗതിയുടെ പാതയിലേക്ക് കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെങ്കിൽ അത് നടപ്പിലാക്കേണ്ട നിർബന്ധിത സാഹചര്യം ഉണ്ടെങ്കിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ കെണിയിൽ കേരളത്തെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം UDF എങ്ങനെ നടപ്പിലാക്കുമെന്ന് ഒറ്റ ചോദ്യം. ഇപ്പൊ താങ്കൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളോടൊക്കെ ഞാൻ യോജിക്കുകയാണ്. ഏത് മന്ത്രിസഭയെ അറിയാതെ തലയിൽ മുണ്ടിട്ട് പോയി ഒപ്പിട്ട MOU ആണ്. മന്ത്രിസഭാംഗങ്ങൾ അറിഞ്ഞില്ല, ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI അറിഞ്ഞില്ല, മറ്റ് ഘടകകക്ഷി അറിഞ്ഞില്ല, മന്ത്രിമാരാരും അറിഞ്ഞില്ല. അതാണല്ലോ പ്രശ്നം. താങ്കൾ ശരിയായി ചൂണ്ടിക്കാണിച്ചു. അതൊരു ശരിയായ വിമർശനവുമാണ്. അങ്ങനെ മന്ത്രിസഭ പോലും അറിയാതെ ഒരു വകുപ്പ് സെക്രട്ടറി ഒപ്പിട്ട MOU അത് ഞങ്ങൾ നടപ്പാക്കിയേ തീരുമെന്ന നിർബന്ധ ബുദ്ധി എന്താ? അങ്ങനെ യഥാർത്ഥത്തിലുള്ളൊരു ഡ്യൂ പ്രോസസ്സ് നടക്കാതെ വന്ന MOU ആയതുകൊണ്ട് ഞങ്ങൾ അതിനെ വില വെക്കുന്നില്ല എന്നൊരു നിലപാടെടുക്കാലോ പറ്റുമോ? അല്ല അഭിലാഷ, നിങ്ങൾക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തെ കുറിച്ച് എന്നേക്കാളും ബോധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലല്ല
അല്ല ഞാൻ പറയട്ടെ പ്ലീസ് പറയട്ടെ. ഇപ്പോ നേരത്തെ ആർഷോ തന്നെ പറഞ്ഞു ഒരു പ്രത്യേക സാഹചര്യത്തിൽ സമ്മർദ്ദത്തിന്റെ ഫലമായി ഒപ്പുവെക്കേണ്ടി വന്നു. അതായത് കേന്ദ്ര സർക്കാർ പല വിഷയത്തിലും കേരളത്തെ സമ്മർദ്ദത്തിലാക്കുന്നു. പല തരത്തിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധി ഉണ്ടായിട്ടാണ് അന്ന് അവരൊപ്പുവെച്ചത്. ഇപ്പൊ അവർ വന്നിട്ട് ന്യായീകരിക്കുകയാണ്. എന്നിട്ട് അഭിലാഷ് എനിക്ക് മനസ്സിലാവണില്ല അഭിലാഷിന് ഇതിന് എന്താ പ്രശ്നം എന്നുള്ളത്. ഇതിന് ഞങ്ങളെന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം കാവ്യവൽക്കരണം, ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതിയിൽ പിന്നെ പാഠപുസ്തകങ്ങൾ, അതുപോലെ സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്നതിലെ പ്രശ്നം. ഇത് അന്ന് തന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞത് നിങ്ങളുടെ അന്നൊരു ഫാൾസ് നറേറ്റീവ് മുന്നോട്ട് വെച്ചു കൂടി പറയരുത്. അന്ന് ഇല്ലാത്ത കാര്യമായിരുന്നോ? അപ്പോ ഈ പാഠപുസ്തകങ്ങളിൽ ഇടപെടും, കാവ്യവൽക്കരിക്കും എന്നൊക്കെയുള്ളത് ഒരു ഫോൾസ് നറേറ്റീവ് ആയിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു ഫോൾസ് നറേറ്റീവ് കേരളത്തിൽ ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടാവാൻ ഞങ്ങൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണെന്ന് ഓണസ്റ്റായി സമ്മതിച്ചാൽ മതി എന്നാ പിന്നെ പ്രശ്നം തീർന്നു. അങ്ങനെയാണോ? അല്ലന്നേ, അല്ലല്ല. എന്തിനാ സമ്മതിക്കേണ്ട കാര്യം? CPI അറിഞ്ഞ ശേഷം നവംബർ ഇവര് വേറെ ഇത് പിന്നെ അല്ലല്ല പറയട്ടെ, CPI-ക്കാരാണ് പറയുന്നത് ഇത് ഈ രീതിയിൽ ആക്ഷേപമുണ്ടെന്ന്. ഒരു മുന്നണിയുടെ ഭരിക്കുന്ന കക്ഷിയുടെ നേതാവ് പറയുമ്പോ ഞങ്ങളത് വിശ്വസിക്കൂലേ? CPI പറഞ്ഞതുകൊണ്ടാണ്. ഞങ്ങൾ ആശങ്ക പങ്കുവെച്ചു. നിങ്ങൾ അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നുണ്ട് നിങ്ങൾ നെഗോഷിയേഷൻ നടത്തി, നിങ്ങൾ ആ നടത്തിയതിന് ശേഷം നടപ്പിലാക്കി ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് അന്ന് പറയുന്നുണ്ട്. അഭിലാഷ് ഇന്ന് വന്ന് ഒരു കാരണവശാലും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. ഏതെങ്കിലും തരത്തിൽ ഫണ്ട് വേണമെങ്കിൽ അത് നേടേണ്ടത് നിയമപരമായാണ്. ഈ 1000 കോടിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പണത്തിന് വേണ്ടി നമ്മുടെ ആത്മാഭിമാനം പണയം വെക്കാൻ പോകുന്ന കുഞ്ഞാലിക്കുട്ടി ചോദിച്ചെന്നാണെന്നേ ഞാൻ കേട്ടതല്ലേ? അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇന്നും അതേ സ്റ്റാൻഡാണ്. ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ട് മതേതരത്വം കളങ്കപ്പെടുത്തിക്കൊണ്ട് ഒരു PMC കേരളത്തിൽ നടപ്പിലാവില്ലെന്നേ, ഒരിക്കലും നടപ്പിലാവില്ല. അപ്പൊ ഓക്കെ പോട്ടെ, PMC നടപ്പാവുമോ ഇല്ലയോ? അല്ല അതിന്ന് പിന്നെ അടുത്ത ദിവസം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു അടുത്ത ബുധനാഴ്ച ഇതിന്റെ മന്ത്രിസഭ ഉപസമിതി ചേരാതിരിക്കുകയാണ്. അവർ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കും. UDF പറഞ്ഞില്ലേ? ഇന്ന് UDF അല്ലേ വാർത്താ സമ്മേളനം നടത്തി? UDF യോഗം ചേർന്നിട്ടല്ലേ അടൂർ പ്രകാശ് പറഞ്ഞത്? അല്ല UDF-ന്റെ സ്റ്റാൻഡ് UDF-ന്റെ കൺവീനർ പറഞ്ഞ അത് തന്നെയാണെങ്കിൽ സംശയം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞല്ലോ നമ്മൾ എന്തിനായിരുന്നു അടുത്ത ആഴ്ച മന്ത്രിസഭ ചേരും എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? UDF പറഞ്ഞു, തീരുമാനിച്ചു, PMC നടപ്പാക്കാണ്. കൺവീനർ പറയുന്നുണ്ട് PMC. അതെ, ഞാൻ നിങ്ങളോട് വളരെ ബഹുമാനത്തോടു കൂടി പറയട്ടെ, ഈ ചർച്ച കാണുന്ന ആളുകൾക്ക് ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാവണം. നേരത്തെ ഇന്ന് മാത്രം ഈ വാർത്ത കേൾക്കുന്ന ആളുകളല്ല മലയാളികൾ. ഇതിനു മുമ്പ് ശിവൻകുട്ടി പറഞ്ഞതും മാറ്റി പറഞ്ഞതും SFI-ക്കാർ പറഞ്ഞതും മാറ്റി പറഞ്ഞതും ന്യായീകരിച്ചൊക്കെ ഞങ്ങൾ അന്ന് ഇന്നും ഒരേ സ്റ്റാൻഡാണേ, മാറുന്നില്ല. അഭിലാഷ് ഇത് വലിയ സന്തോഷത്തിൽ വന്നിരുന്ന് സിനിമയുടെ കോമഡി കഥകൾ പറഞ്ഞ് ഞങ്ങളോട് ന്യായീകരിക്കാൻ പറയാണ്. ആർഷോ തന്നെ ഇരിക്കും നോക്ക്. ആർഷോ സാധാരണ ഇങ്ങനെ അല്ലല്ലോ. ഞാൻ ഇരിക്കണ നോക്ക്. എന്തുകൊണ്ടാണ് നമുക്ക് അഭിമാനത്തോടു കൂടി ജനങ്ങളോട് പറയാൻ കഴിയും അന്നും ഇന്നും ഒരേ സ്റ്റാൻഡാണ്, മാറ്റില്ല. ഞാൻ അതുകൊണ്ട് അങ്ങനെ ചിരിച്ചിരിക്കണം. നമുക്ക് ആളുകളെ ശരി, അന്നും ഇന്നും ഒരേ സ്റ്റാൻഡാണ്. KM ഷാജിയുടെ നേരത്തെ കേൾപ്പിച്ചു, ഒന്നുകൂടി കേൾക്കാം. ഇനി ഇപ്പം അവസാനമായി ചർച്ചയ്ക്ക് വരുന്ന ആർക്കെങ്കിലും അത് അറിയാതെ ഉണ്ടെങ്കിലും KM ഷാജി അന്ന് പറഞ്ഞൊന്നും കേൾക്കാം. അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSS-ഉം നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PMC എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. അങ്ങനെ ഒരു RSS-ന്റെ പാഠപുസ്തകമൊന്നും മലയാളി പഠിക്കണ്ട. PMC കരാർ വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഇടും. ഇതാണ് മുമ്പ് പറഞ്ഞത്. അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞത് ഒന്നാന്നാ പറഞ്ഞത്. ആണോ ഷാക്കറെ? ഒരു മിനിറ്റ് അതായത് ഒരു മിനിറ്റ് അഭിലാഷേ, ഇപ്പൊ ഈ ഷാജിയുടെ പ്രസംഗം നിങ്ങൾ ഒരു 10 തവണ കേൾപ്പിച്ചോ? കൃത്യമാണ്. RSS-ന്റെ കാവ്യവൽക്കരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് അനുവദിക്കില്ല എന്നല്ല പറഞ്ഞത്. അതിനെന്താ കുഴപ്പം? ജവഹർലാൽ നെഹ്റു ഇല്ലാത്ത പാഠപുസ്തകമില്ല, മഹാത്മാഗാന്ധി ഇല്ലാത്ത പറഞ്ഞതാണോ ഇപ്പോഴത്തെ നിങ്ങളുടെ സർക്കാരിന്റെ നിലപാടെന്നാണ് എന്റെ ചോദ്യം. അല്ലാതെ ഷാജി പറഞ്ഞ അല്ല അതെ അല്ല ഷാജി പറഞ്ഞ PMC ഏതെന്നറിയോ?
ജവഹർലാൽ നെഹ്റു ഇല്ലാത്ത, മഹാത്മാഗാന്ധിജി ഇല്ലാത്ത PM3യെ കുറിച്ചാണ്. ശരി, മറുക് ഒട്ടിച്ച നസീറും മറുകില്ലാത്ത നസീറും പോലെ അത് വേറെ PM3, ഇത് വേറെ PM3, അങ്ങനെയാണോ? അല്ലെന്നേ, പിന്നെ ഷാജി തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അതേക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതായത് RSSന്റെ കാവ്യവൽക്കരണം ഇല്ലാത്ത ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയെ പഠിപ്പിക്കുന്ന പാഠപുസ്തകം കേരളത്തിൽ PM3 വഴി നടപ്പിലാക്കും. അങ്ങനെയാണെങ്കിൽ അല്ലാതെ കാവ്യവൽക്കരണം അദ്ദേഹം പറഞ്ഞു തോന്നുന്നു. അഭിലാഷിന് മനസ്സിലായിട്ടില്ലേ? ജവഹർലാൽ നെഹ്റുവില്ലാത്ത എനിക്കും മനസ്സിലായി, താങ്കൾക്ക് മനസ്സിലായി, മനസ്സിലായി. അതിന് മനസ്സിലാകാത്തതിന്റെ ഒന്നും എല്ലാവർക്കും മനസ്സിലായി. ഷാജി പറഞ്ഞ PM3 ഏതാണ്? RSSും CPM തമ്മിൽ തലയിൽ മുണ്ടിട്ട് 10-ാം തീയതി അമിത്ഷായെ കണ്ട് ഡീലുണ്ടല്ലോ, കേസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഡീലാണ് എന്ന് സ്വാഭാവികമായ സംശയം ഉണ്ടായിരുന്നു. ഇതിപ്പോ ഇത്രയും പറഞ്ഞത് അന്ന് ഉൾപ്പെട്ട PM3 നടപ്പാക്കിയാ പറ്റുന്നതാണ്. ഇപ്പൊ നിങ്ങൾ നടപ്പാക്കുന്ന വേറെ PM3യാ? ആ PM3 അല്ലേ? അല്ല, അന്നും ഇന്നും ഒരേ വാദമാണ് അഭിലാഷേ. ഇതിന് നമ്മൾ UDF കൺവീനർ പ്രസ്താവനയെ വന്നിട്ടുള്ളൂ. ഈ PM3 എങ്ങനെ നടപ്പിലാക്കുമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ല. ആ തീരുമാനം ഇരിക്കുന്നേ ഉള്ളൂ, അല്ലേ? എങ്ങനെ നടപ്പാക്കുന്നു എന്ന് തീരുമാനിക്കാനേ ഉള്ളൂ എന്നാണ്. ഓക്കെ, വാട്ടെവർ. ശ്രീ PM മാർഷോ, ഇവിടെ ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ വി ശിവൻകുട്ടി ന്യായീകരിച്ച PM3 ആണിത്. PM3 നടപ്പാക്കുന്നതോട് കുഴപ്പമൊന്നുമില്ല, NEP നടപ്പാക്കിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് വി ശിവൻകുട്ടി പറഞ്ഞത് വസ്തുതയാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നല്ലോ. വിദ്യാഭ്യാസ മന്ത്രി സ്വാഭാവികമായിട്ടും CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട തലമുതിർന്ന നേതാവ് കൂടിയാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാകാനാണല്ലോ വഴി. അപ്പോൾ ആ കാര്യം N ഷംസുദ്ദീൻ നടപ്പാക്കിയാൽ എന്താ കുഴപ്പം? അപ്പോൾ നിങ്ങൾ സമരത്തിന് പോവോ? ശ്രീ അഭിലാഷ്, ഇവിടെ ലീഗിൻ്റെ വൃന്ദിയും കോൺഗ്രസിൻ്റെ വൃന്ദിയും പറഞ്ഞ ചില കാര്യങ്ങളോട് പ്രതികരിക്കാതെ പോകാൻ വേണ്ടി കഴിയില്ല. അപ്പം അങ്ങ് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഷംസുദ്ദീനും VD സതീശനും ചേർന്ന് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന PM3 ഏത് PM3 ആണ് എന്നുള്ളത്. അതാണ് ലീഗിൻ്റെ ഹലാലായ PM3. ആ ഹലാലായ PM3 ആണ് ഇവർ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് ആവർത്തിച്ച് UDFന്റെ നേതൃത്വം വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കുന്നത്. നേരത്തെ ലീഗിന്റെ പ്രതിനിധി ചോദിച്ചു, എന്തായിരുന്നു ഞങ്ങൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഇപ്പോഴെത്തുമ്പോഴേക്ക് എന്ത് മാറ്റാണുള്ളത് എന്ന്. ആ മാറ്റം നേരത്തെ അറബിക്കടൽ ഉണ്ടായിരുന്നു, ഇപ്പൊ അറബിക്കടൽ ഇല്ല. നേരത്തെ ചവറ്റുകൊട്ട ഉണ്ടായിരുന്നു, ഇപ്പൊ ചവറ്റുകൊട്ട ഇല്ല. നേരത്തെ ഡീൽ ഉണ്ടായിരുന്നു, ഇപ്പൊ ഡീൽ ഇല്ല. ഇതൊന്നും ഇല്ലാത്ത ഹലാലായ PM3 ആണ് ഇവർ ഇപ്പോൾ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം തന്നെ ഇപ്പോൾ KM ഷാജിയുടെ ബഹുമാനായിട്ടുള്ള മന്ത്രി KM ഷാജിയുടെ പ്രസംഗത്തെ ഉൾപ്പെടെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, നെഹ്റുവിനെ ഗാന്ധിയെയും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് കാവ്യവൽക്കരിക്കപ്പെട്ട ഒരു പാഠപുസ്തകം ഇവിടെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വലിച്ച് താഴെടും എന്നാണ് ഷാജി പറഞ്ഞത് എന്ന നിലയ്ക്ക്. ആ നിലക്കുള്ള ഒരു പാഠപുസ്തകം, ആ നിലക്കൊരു പാഠ്യപദ്ധതി കേരളത്തിൽ സാധ്യമാവില്ല. അങ്ങനെ ഒരു പാഠപുസ്തകം കേരളത്തിൽ ജനിക്കില്ല എന്ന് കേരളത്തിന്റെ ചരിത്രം അറിയുന്ന, കേരളത്തിന്റെ രാഷ്ട്രീയ പറഞ്ഞ പോലെ രാഷ്ട്രീയ പ്രബുദ്ധത അറിയുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമുള്ള കാര്യമാണ്. ആ നിലക്ക് ഇപ്പോൾ NCERT പാഠപുസ്തകങ്ങൾ രാജ്യത്ത് പരിഷ്കരിക്കുന്നതിന് വേണ്ടി വെട്ടി മാറ്റുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമം ഉണ്ടായ സമയത്ത് എങ്ങനെയാണ് കേരളം അതിന് പ്രതിരോധം തീർത്തത് എന്നതിൻ്റെ അനുഭവം നമ്മുടെ മുൻപിലുണ്ട്. ഈ നാട്, ഈ കേരളത്തിനകത്തെ വിദ്യാർത്ഥികൾ എന്തെല്ലാം സംഭവിച്ചാലും നെഹ്റു ഉള്ള, ഗാന്ധിയുള്ള, മൗലാന അബ്ദുൽ കലാം ആസാദുള്ള, ഈ പറഞ്ഞ പോലെ യുക്തിക്ക് നിരക്കുന്ന, ഈ പറഞ്ഞ സയന്റിഫിക് ടെമ്പറുള്ള പാഠ്യപദ്ധതിയും സിലബസും ചരിത്ര യാഥാർത്ഥ്യങ്ങളിൽ ഊന്നിയുള്ള പാഠ്യപദ്ധതിയെ പഠിക്കൂ എന്നുള്ളതിനകത്തൊരു തർക്കവും വേണ്ട. ഇവര് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ നാടിന്റെ മുൻപിൽ അവതരിപ്പിച്ചത് അത്രയും ഈ ഘട്ടത്തിൽ പൊളിഞ്ഞു വീടുകയാണ് എന്നുള്ളതാണ്. നേരത്തെ ഈ പറഞ്ഞ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് കേട്ടു, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആയിരുന്നു കേരളത്തിൽ, അദ്ദേഹം പറഞ്ഞു വെച്ചതിന്റെ ആകെ തുക ഇതാണ്, രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആയിരുന്നു കേരളത്തിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇതാവില്ലായിരുന്നു, മറ്റൊന്നാകുമായിരുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന വർത്തമാനമാണ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത്. ഞങ്ങളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലും അതിനുശേഷവും ഇന്ന് പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പല നീക്കങ്ങളുടെയും പശ്ചാത്തലത്തിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇത് മറ്റൊരു VD സതീശന്റെ
മറ്റൊരു കോൺഗ്രസ് ആണ് കേരളത്തിൽ അധികാരത്തിലുള്ളത്. 3 MLA-മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് BJP നാട് ഭരിക്കുന്നതിന്റെ അനുഭവത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവർ ആവർത്തിച്ച് പറയുകയാണ്. ഞങ്ങളുടെ പൊളിറ്റിക്കൽ പൊസിഷൻ ഇതല്ല, ഞങ്ങൾ മറ്റൊരു പൊളിറ്റിക്കൽ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് ഈ പറഞ്ഞവരെ മുൻകാലങ്ങളിൽ നിലപാട് പറഞ്ഞു, അതിൽ നിന്ന് ഇപ്പോൾ മാറ്റമില്ല എന്നൊക്കെ പറഞ്ഞു. UDF-ന്റെ പൊളിറ്റിക്കൽ പൊസിഷൻ പറയുണ്ടെന്ന അവസാനത്തെ ആൾ UDF-ന്റെ കൺവീനർ അല്ലേ? ആ UDF-ന്റെ കൺവീനർ ഇന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ കേരളത്തിന്റെ മുൻപിൽ UDF-ന്റെ പൊളിറ്റിക്കൽ പൊസിഷൻ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവർ പറയുന്നുണ്ടല്ലോ മുൻ ഗവൺമെന്റ് വരുത്തി വെച്ച പിന്മാറാൻ കഴിയാത്തൊരു സാഹചര്യം ഈ പറഞ്ഞ UDF-ന്റെ ഗവൺമെന്റിന് നിലവിൽ ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ അങ്ങ് അടക്കം പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2025 നവംബർ മാസം 12-ാം തീയതി മരവിപ്പിച്ച ധാരണാപത്രം, അതിനുശേഷം ഇങ്ങോട്ട് 8 മാസം പിന്നിട്ട് കഴിഞ്ഞു. ഈ 8 മാസ കാലയളവിനിടയിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്തധിക സമ്മർദ്ദമാണ് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ പുതുതായി അധികാരത്തിൽ വന്ന UDF ഗവൺമെന്റിനുണ്ടായത്? എന്ത് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ PM-ശ്രീ പദ്ധതി 2027 മാർച്ച് മാസത്തിൽ അവസാനിക്കാൻ വേണ്ടി പോകുന്നത്? ചുരുക്കം ചില മാസങ്ങൾ മാത്രം അവശേഷിക്കുന്ന സന്ദർഭത്തിൽ തിടുക്കം പിടിച്ചുകൊണ്ട് 40% ഫണ്ട് അങ്ങോട്ടേക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ പശ്ചാത്തല സൗകര്യ വികസനമാണെങ്കിൽ കേരളത്തിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം എങ്ങനെയാണ് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് മുന്നോട്ട് പോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ അനുഭവമുണ്ട്. എന്തിന്റെ പേരിലാണ് തിടുക്കപ്പെട്ടുകൊണ്ട് ഈ നിലയിലേക്ക് ഒരു സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് പൊതുസമൂഹത്തോട് വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഒറ്റ കാര്യം അല്ലല്ല, ഇത് എന്റെ അവസരമല്ലേ? ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ സംശയം ചോദിക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ സാറേ. നിങ്ങൾ പേടിക്കല്ലേ? ഞാൻ സംശയം ചോദിക്കട്ടെ. നിങ്ങൾ ഭയപ്പെടണ്ട, ഞാൻ ചോദ്യം ചോദിക്കണം, നിങ്ങൾ ഉത്തരം പറഞ്ഞോളി. അയ്യോ ചോദിക്ക്. ഒറ്റവാചകത്തിൽ ചോദ്യം ചോദിക്കാനാ? അത് നിങ്ങളിപ്പോൾ പറഞ്ഞു 8 മാസം കൊണ്ട് UDF-ന്റെ സർക്കാർ സമ്മർദ്ദം ഉണ്ടായത്. ഇവിടെ മെയ് 18-ാം തീയതിയാണ് നമ്മൾ ഗവൺമെന്റ് വന്നിട്ടുള്ളത്. അതുവരെ ഇലക്ഷൻ പ്രോസസ്സ് മറ്റുമായിരുന്നു, നിങ്ങളായിരുന്നു ഭരിച്ചിരുന്നത്. അന്ന് 2025 ഒക്ടോബർ 16-ാം തീയതി ഈ MOU ഒപ്പുവെക്കാൻ SFI-യും CPM എല്ലാവരും എതിർത്തിട്ടും ഇവർ ഒപ്പുവെക്കാനുണ്ടായിരുന്ന സമ്മർദ്ദം എന്താണെന്ന് ആർഷോ പറയൂ. എന്ത് സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഒപ്പുവെച്ചത്? അല്ല, ഞാൻ നേരത്തെ വളരെ കൃത്യമായത് പറഞ്ഞിട്ടുണ്ട്. 2023-24 വർഷത്തെ 24-25 അധ്യയന വർഷത്തെ SSK ഫണ്ട് ഈ പറഞ്ഞ PM-ശ്രീയുമായി ഒരു ബന്ധവുമില്ലാത്ത നമുക്ക് കേരളത്തിന് അവകാശപ്പെട്ട ഫണ്ട് PM-ശ്രീ ഒപ്പുവെച്ചിട്ടില്ല എന്ന ഒറ്റ കാരണത്തിന്റെ പുറത്ത് 1000 കോടിക്ക് മുകളിൽ പണം തടഞ്ഞു വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഇടപെടൽ, അതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നെഗോഷിയേഷൻ, നിരവധി തവണ ഉത്തരവാദിത്തപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ നിരന്തര ചർച്ചയുടെ തുടർച്ചയിലാണ് SSK ഫണ്ട് വിട്ടുകിട്ടുന്നതിന് വേണ്ടി അന്ന് സൂചിപ്പിച്ച പോലെ നവംബർ മാസത്തിലല്ല, ഒക്ടോബർ മാസം 23-ാം തീയതി ഈ പറഞ്ഞ MOU ഒപ്പുവെക്കുന്ന നിലയുണ്ടായത്. അത് കഴിഞ്ഞ് നവംബർ മാസം, ഒരാഴ്ചക്ക് പുറം നവംബർ മാസം 4-ാം തീയതി SSK ഫണ്ടിന്റെ ലഭിക്കുന്ന നിലയുണ്ടായി. 4-ാം തീയതി നവംബർ മാസം 10-ാം തീയതി ചർച്ച നടത്തിയത്. അങ്ങ് ചോദിച്ചു, ഞാൻ മറുപടിയല്ലേ പറയുന്നത്. നിങ്ങൾ എന്തിനാ പേടിക്കണത്? ശരി ഇനിയിപ്പോ അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകണ്ട. കാര്യങ്ങളൊക്കെ തർക്കത്തിന് പ്രസക്തിയില്ല. ഒരൊറ്റ ഇടവേള. ഞാൻ അനൂപിലേക്ക് വരാം. ആർഷോയിലേക്ക് സമയമുണ്ടെങ്കിൽ എനിക്കിപ്പോ ഒരു ഇടവേളയുടെ സമയം അതിക്രമിച്ചു. ഇടവേള. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ അനൂപ്, ഇപ്പോ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ എന്തെങ്കിലുമൊക്കെ ക്യാപ്സ്യൂൾ പറയും, അത് നടപ്പാവുകയും ചെയ്യും, ഫണ്ടും കിട്ടുമായിരിക്കും. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ളവരാകാം. അവർക്ക് ഇടതിനോടോ കോൺഗ്രസിനോടോ BJP-യോടോ ഒക്കെ ചായ്വും ഒക്കെ ഉള്ള ആളുകളാകാം. പക്ഷെ അവരൊരു സാമാന്യ ബുദ്ധിയുള്ള ആളുകളാണ്. അപ്പോൾ ന്യായീകരണമൊക്കെ പറയുമ്പോൾ ഒരു മിതത്വം പാലിക്കുന്നത് ഗുണകരമാകുമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. താങ്കൾക്കുണ്ടോ? തീർച്ചയായും ആളുകളുടെ ഓർമ്മയെ അല്ലെങ്കിൽ സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല ഒരു ചർച്ചയിലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് പറഞ്ഞൊരു കാര്യം ഒരു ചർച്ചയിൽ വന്ന് മാറ്റി പറയാൻ ഞാൻ ഒരുക്കമല്ല. എൻ്റെ നിലപാട് അത് തന്നെയാണ്. ഒരു കാര്യം കൂടി ഞാൻ പ്രിയപ്പെട്ട ആർഷോ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്, അതിന് തീർച്ചയായും മറുപടി പറയേണ്ടതുണ്ട്. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടേതല്ല,
VD സതീശൻ്റേതാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. കഴിഞ്ഞ 10 വർഷം CPM എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഫാൻസ് അസോസിയേഷനായി മാറിയതിൻ്റെ അനിവാര്യമായ ദുരന്തമാണ് ആ പാർട്ടി അനുഭവിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് VD സതീശൻ എന്ന് പറയുന്ന ഞങ്ങളുടെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നയ നിലപാടുകൾ നടപ്പിലാക്കാനുള്ള ഒരു രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്ത് നിൽക്കുന്ന, അത് ഏറ്റെടുക്കാൻ ബാധ്യസ്ഥനായ ഒരാളാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും, ആ കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഒരു കാര്യം വളരെ കൃത്യമായി വ്യക്തമായി അടിവരയിട്ട് പറയാണ്, അങ്ങ് അഭിലാഷി ചർച്ചയിലുടനീളം ചില സിനിമകൾ ഉദ്ധരിച്ചതുകൊണ്ട് തന്നെ ഒരു സിനിമയുടെ ഒരു സന്ദർഭം കൂടി ഞാൻ പറയുകയാണ്. ഒരു സിനിമയിൽ സലീം കുമാർ പറയുന്നുണ്ട്, ശരിക്കുള്ള ഞാനിതല്ല, ശരിക്കുള്ള ഞാൻ വേറെ എവിടെയോ ഇരിക്കുന്ന വെളുത്ത് സുന്ദരനായ ഒരാളാണെന്ന് പറയുന്നത് പോലെ ശരിക്കുള്ള കുഴപ്പമില്ലാത്തൊരു PM ശ്രീ ഉണ്ട് എന്നുള്ള നിലപാടൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ PM ശ്രീ എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പ്രയോഗത്തിന് എതിര് തന്നെയാണ്. പക്ഷേ അത് PM ശ്രീ കേരളത്തെ സംബന്ധിച്ചൊരു കയ്പുള്ള ഗുളികയാണ്. അത് വിഴുങ്ങാൻ നിർബന്ധിതമായ സാഹചര്യം, സാങ്കേതികത്വമോ നിയമപരമായ സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഇപ്പോഴും തീരുമാനിക്കപ്പെടേണ്ട ഈ പറഞ്ഞ ഭരണപരമായ കാര്യങ്ങൾ മന്ത്രിസഭാ ഉപസമിതിയിലൂടെ തീരുമാനിക്കപ്പെടേണ്ട ഒന്നാണ്. അത് വിശദീകരിക്കേണ്ടത് ഭരണ നേതൃത്വമാണ്, അത് വിശദീകരിക്കും. അതൊന്നും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തെ കൈയൊഴിയാൻ, റദ്ദ് ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതല്ല. ഞങ്ങൾ പറഞ്ഞിടത്ത് നിന്നിടത്ത് തന്നെ നിൽക്കുകയാണ്. അത് ഇപ്പോഴും ഈ നിലപാട്, ഈ കയ്പുള്ള കഷായം വിഴുങ്ങണോ എന്ന് തീരുമാനിക്കേണ്ട സാഹചര്യം, അത് കരാറടക്കമുള്ള അനിവാര്യതകൾ സംജാതമാക്കിയത് നേരത്തെ പറഞ്ഞു ഒളിച്ചുപോയി ഇത് ഒപ്പിട്ട് മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ മറ്റുള്ളവരെ ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ അത് സാധ്യമാക്കിയത് പിണറായി വിജയന്റെ ഗവൺമെന്റാണ്, LDFന്റെ ഗവൺമെന്റാണ്. ഞങ്ങളെ സംബന്ധിച്ച് അന്നും ഇന്നും ഒരേ നിലപാടാണ്. ശരി, എന്തായാലും പണ്ട് തല മാറട്ടെ എന്ന് പറഞ്ഞൊരു ചിത്രകഥ ഉണ്ടായിരുന്നു, പൂമ്പാറ്റയിലാണെന്ന് തോന്നുന്നു. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് എതിർത്തിരുന്ന ആളുകൾ ഇപ്പോൾ അനുകൂലിക്കുന്നു, മുമ്പ് അനുകൂലിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ എതിർക്കുന്നു. ഇത്രയൊക്കെ ഉള്ളൂ രാഷ്ട്രീയം എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയാൽ അത് നല്ലതാവില്ല. ഒരു രാഷ്ട്രീയ സമൂഹമല്ലല്ലോ നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ദഹിക്കുന്ന ഭാഷയിൽ വിശദീകരിക്കാനെങ്കിലും VD സതീശൻ സർക്കാരിന് ഈ യുട്ടേണിനെ കുറിച്ച് വിശദീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.